السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ അശ്അരി അഖീദയിലുള്ള പിഴവുകൾ എന്തൊക്കെയാണ് എന്നതാണ് പഠിച്ചു വരുന്നത്. വിശദമായ ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി മൊത്തത്തിൽ അശ്അരികളെ സംബന്ധിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയാണത്. ഒന്ന്, ഇതൊക്കെയാണ് അശ്അരികളുടെ അഖീദയും മൻഹജും എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെടാൻ. രണ്ടാമത്തേത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും നിലപാടുകളും വിശദീകരിക്കുമ്പോൾ അവിടെ അശ്അരികൾക്ക് പിഴച്ചിട്ടുണ്ട് എന്ന ഭാഗം വിശദീകരിക്കാൻ എളുപ്പമാകാൻ, അതിലേക്ക് സൂചിപ്പിച്ചു പോകാൻ, ഈ വിഷയത്തിൽ അശ്അരികൾ പിഴച്ചതാണ് എന്ന് അവരുടെ പേച്ചാഖീദകൾ മൊത്തത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടാൻ, അപ്പം സൂചിപ്പിക്കൽ എളുപ്പമാകും. മൂന്നാമത്തേത്, അവസാനമായി അശ്അരികളുടെ ഓരോ പിഴവുകളും വിശദമായി നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ സമയദൈർഘ്യം അശ്അരികളെ സംബന്ധിച്ചുള്ള മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് നമുക്കില്ലാതിരിക്കാൻ. തുടക്കത്തിൽ തന്നെ അശ്അരികളുടെ ഓരോ പിഴവും വിശദമായി സംസാരിച്ച് നീണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അശ്അരികളുടെ ആകെ ഒരു പിഴവേ നമുക്ക് കുറേ ക്ലാസ്സുകൾക്ക് കേട്ടിട്ടും കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് മൊത്തത്തിൽ അശ്അരികളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആരാണ് അബുൽ ഹസൻ അൽ അശ്അരി എന്നും അശ്അരി മദ്ഹബ് എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടതെന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ സഹാബാക്കളടക്കമുള്ള സലഫുകൾ കുഫ്റാണെന്ന് ഏകോപിച്ചു പറഞ്ഞ ഇജ്മാ ഉള്ള 7 മസ്അലകൾ അശ്അരികളുടെ അഖീദ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നും അതേതൊക്കെയാണ് എന്ന് നമ്മൾ ചെറിയ രീതിയിൽ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ആ 7 മസ്അലകളും വിശദമായി തന്നെ അത് എന്തുകൊണ്ട് കുഫ്റായി, അതിന്റെ ശരിയായ വശങ്ങൾ ഏതൊക്കെയാണ് എന്നതെല്ലാം വിശദമായി തന്നെ നമ്മൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് ഇൻഷാ അല്ലാഹ് അശ്അരികൾ മൊത്തത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅക്ക് എതിരായ ഏതാനും ചില മസ്അലകളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ ലക്ഷ്യം വെക്കുന്നത് അശ്അരികൾ അഹ്ലുസുന്നയല്ല എന്നതിനുള്ള ഏതാനും ചില തെളിവുകൾ ബോധ്യപ്പെടുത്തുക എന്നതാണ്. അതായത് അശ്അരികളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ചിലർ അശ്അരികൾ അഹ്ലുസുന്നയാണ്, അഹ്ലുസുന്നയിൽ പെട്ടവരാണ് അശ്അരികളും എന്നൊക്കെ നമ്മുടെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയാറുണ്ട്. ചിലർ അശ്അരികളും അഹ്ലുസുന്നയാണ് എന്ന് വാദിക്കാറുണ്ട്. മൊത്തത്തിൽ അശ്അരികളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പഴയകാല ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നതും ശരിയാണ്. അഹ്ലുസുന്ന 3 എണ്ണമാണ്: അസരിയ, അശ്അരിയ, മാതുരീദിയ എന്ന് ചിലർ പറയും. അങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്നും ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അശ്അരികൾ അഹ്ലുസുന്നയാണ് എന്നത്. അപ്പോൾ തീർത്തും അശ്അരികൾ അഹ്ലുസുന്നയല്ല എന്നല്ല, അഹ്ലുസുന്നക്ക് ശക്തമായ എതിരാണ് അശ്അരികൾ എന്നത് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, അശ്അരികളെ അഖീദ സ്ഥാപിക്കുകയാണ് എങ്കിൽ അഹ്ലുസുന്നയുടെ അഖീദ ബാത്തിലാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അഹ്ലുസുന്നയുടെ അഖീദയാണ് ശരിയെന്ന് സമർത്ഥിച്ചാൽ അശ്അരികളുടെ അഖീദ ബാത്തിലാണെന്ന് സമ്മതിക്കേണ്ടി വരും എന്ന രീതിയിൽ അഹ്ലുസുന്നയും അശ്അരികളും വൈരുദ്ധ്യമുണ്ട് എന്ന് സമർത്ഥിക്കലാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. ഇന്ന് അശ്അരികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മുടെ നാടുകളിൽ സജീവമായി, വാട്സപ്പിലൊക്കെ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അശ്അരികൾ ആര്, അശ്അരികൾ അഖീദ എന്ത് എന്നൊക്കെ സംബന്ധിച്ച്
അശ്ശരികളായ നമ്മുടെ നാട്ടിലുള്ള ബിദഈ പ്രബോധകന്മാർ അശ്ശരി അഖീദ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഗ്രന്ഥങ്ങൾ, ഇബാദത്തുകൾ ശരിക്കും അശ്ശരി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നോ കൗലുകളിൽ നിന്നോ വാക്കുകളിൽ നിന്നോ അല്ല, മറിച്ച് അഹ്ലുസുന്നയിലുള്ള പണ്ഡിതന്മാരുടെ ചില വരികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വാട്സപ്പിലൊക്കെ ഒരുപാട് അശ്ശരി അഖീദ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പം അശ്ശരി പണ്ഡിതന്മാര് അശ്ശരി അഖീദന്റെ നമ്മുടെ വിഷയത്തിൽ ഇന്ന വിഷയത്തിൽ അഖീദ പേച്ചു പോയതാണ് അശ്ശരികൾ എന്ന് പറയുമ്പോൾ ഇന്ന ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അഹ്ലുസുന്നയുടെ ഇമാമുകളുടെ ചില കൗലുകളെ എടുത്തുദ്ധരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉലമാക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ അഖീദയെ സംബന്ധിച്ച് അശ്ശരികൾ എന്ത് പറയുന്നു എന്നതാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. അതിനടിസ്ഥാനപരമായിട്ടും ഏതാനും ചില ഒരുപാട് മസ്തലകളിൽ അശ്ശരികൾ അഹ്ലുസുന്നക്കെതിരാണ്. ഏതാനും ചില മസ്തലകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താണ് അഹ്ലുസുന്നക്കെതിരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നാമത്തേതാണ് അള്ളാഹു ഉണ്ട് എന്ന മസ്തല. ഇസ്ബാത്തു വുജൂദില്ല, അള്ളാഹു ഉണ്ട് എന്ന മസ്തല. അള്ളാഹു ഉണ്ട് എന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ പ്രകാരം ഫിത്രിയാണ്, ജന്മനാ കിട്ടുന്ന ഇൽമാണ്. അള്ളാഹ് ഉണ്ട് എന്നതിന് ഇതുവരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തെളിവ് നിരത്തി മക്കളെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹ് ഉണ്ടെന്നങ്ങ് പറയലാണ്. അത് ഫിത്രിയായ ഒരു അറിവാണ്. എന്നാൽ അശ്ശരികൾ അള്ളാഹ് ഉണ്ട് എന്ന വിഷയത്തിൽ ഭയങ്കര ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനെ സമർത്ഥിക്കാൻ അള്ളാഹ് ഉണ്ട് എന്ന് ആദ്യം ചിന്തിക്കണം, ആ ചിന്തിച്ചിട്ട് അള്ളാഹ് ഉണ്ട് എന്നതിലേക്ക് അറിവിലേക്ക് എത്തണം പോലുള്ള ഒരുപാട് വാദഗതികൾ അശ്ശരികൾ പറയാറുണ്ട്. അവർക്ക് എന്തെങ്കിലും അത് ഒരുപാട് ചർച്ചകൾ കാണാം. കാരണം അള്ളാഹ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ അവർ പറയും ഈ ലോകം ഉണ്ടായതാണ്. ലോകം ഉണ്ടായതായതുകൊണ്ട് തന്നെ അതിനെ ഉണ്ടാക്കിയ ഒരാൾ വേണം. ആ ഉണ്ടാക്കിയ ആൾ ലോകത്തിൽപ്പെട്ട ആളാകാൻ പാടില്ല. ലോകത്തിന്റെ അതായത് മഖ്ലൂക്കുകളുടെ സിഫത്തുകൾ അയാൾക്ക് ഉണ്ടാകാൻ പാടില്ല. അയാൾ മുമ്പേ ഉള്ളവനാകണം. അപ്പോൾ അങ്ങനെ ഒരാളുണ്ട്, അയാൾക്ക് ഇന്ന വിശേഷണങ്ങൾ ഉണ്ടാകണം, എന്നല്ല അയാൾ ഉണ്ടാക്കിയ ആളാകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇൽമുൽ കലാമിന്റെ ശൈലിയിൽ അള്ളാഹ് ഉണ്ട് എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോട് എതിരാകുന്ന ഒരു മസ്തലയാണിത്. ഇൻഷാല്ലാഹ് വിശദമായിട്ട് അതിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുള്ള ചർച്ചകൾ പിന്നെയും നടത്തും. ഇതൊക്കെ എന്റെ ഈ സംസാരം കേൾക്കുന്ന അശ്ശരികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേഗം ബോധ്യമാകും. സലഫികൾക്ക് വിഷയത്തിൽ ചെറിയ സൂചന മാത്രം മതി ബോധ്യപ്പെടാൻ. കാരണം അശ്ശരികൾ അള്ളാഹുവിനെ സ്ഥാപിക്കുന്ന വിഷയത്തിൽ പേച്ചുപോയവരാണ്. നമുക്കത്ര അറിയേണ്ടതുള്ളൂ. നമ്മുടെ ഉലമാക്കൾ അശ്ശരികൾ അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിൽ പേച്ചവരാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സഹാബാക്കൾ അടക്കമുള്ള സലഫുകളുടെ ആവശ്യത്തിലുള്ള നിലപാട് എന്തും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സലഫികൾക്ക് അശ്ശരികൾ ആവശ്യത്തിൽ പേച്ചു എന്നതിന് ഒറ്റവാക്ക് മതി ഫസ്റ്റ്. എന്നാൽ ഇത് അറിയുന്ന അശ്ശരികൾക്ക് അത് ബോധ്യപ്പെടും, ഈ വിഷയത്തിൽ അശ്ശരികൾക്ക് പേവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അശ്ശരിയത്ത് പഠിച്ച ആൾക്കാരാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ അശ്ശരി അഖീദ ഈ രീതിയിൽ ആയത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ഖേദകരമായ അവസ്ഥയാണ്. ഞാൻ അശ്ശരിയാണ് എന്ന് പറയുന്ന പല അശ്ശരി പണ്ഡിതന്മാർക്കും നമ്മുടെ നാട്ടിലുള്ള മലയാളികളായ അശ്ശരികൾക്കും അശ്ശരിയത്ത് എന്താന്ന് തന്നെ അറിയില്ല. അശ്ശരി വാദങ്ങളുടെ അതിന്റെ യഥാർത്ഥ നിലപാട് എന്ത് എന്ന് പോലും അറിയാതെ ഞാൻ അശ്ശരി എന്ന് വാദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത്തരക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഒന്നാമത്തെ മസ്അല അതാണ്. രണ്ടാമത്തെ മസ്അല തൗഹീദാണ്. തൗഹീദിന്റെ വിഷയത്തിൽ അശ്ശരികൾ അഹ്ലുസുന്നയുടെ മൻഹജിനെതിരാണ്. അഹ്ലുസുന്ന തൗഹീദ് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? തൗഹീദിന് 3 ഖിസ്മുകളുണ്ട്. ഒന്ന് അർ റുബൂബിയ്യ, 2 അൽ അസ്മാ വ സിഫാത്ത്, 3 അൽ ഉലൂഹിയ്യ. നമ്മൾ വിശദമായി ഈ വിഷയം സംസാരിച്ചതാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാ വ സിഫാത്ത്, തൗഹീദുൽ ഉലൂഹിയ്യ. ഈ വിഷയത്തിൽ തന്നെ തൗഹീദുൽ ഉലൂഹിയ്യയുടെ ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലയിലും അശ്ശരികൾ പേച്ചവരാണ്. അശ്ശരികൾ തൗഹീദ് അവർക്ക് ഒന്നിൽ കൂടുതൽ അള്ളയില്ല, അല്ല ഏകനാണ്, അല്ല കുറേയില്ല, അള്ളാഹുവിന് പാർട്ടില്ല എന്നൊക്കെയാണ് അവർ അശ്ശരികൾ തൗഹീദിന് നിർവചനം നൽകുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പാർട്ടുണ്ട് എന്നറിയിക്കുന്ന സിഫാത്തുകളെ വരെ അവർ നിഷേധിച്ചു. അള്ളാഹുവിന് മുഖമില്ല, കൈയില്ല, കാലില്ല, കണ്ണില്ല, ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു കുറെ കാരണങ്ങളാൽ കുറെ വസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ ഒന്നാണ് എന്ന് പറയേണ്ടി വരും. ഇവരൊക്കെ സൃഷ്ടികളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹിനെ സംസാരിക്കുക. അശ്ശരികളുടെ ഒരു വലിയ പേവാണ്. അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് പറയുമ്പോഴും അവരാദ്യം എന്ത് ചെയ്യും? സൃഷ്ടികളുമായി അള്ളാഹിനെ ബന്ധിപ്പിക്കും.
എന്നിട്ട് അതിനെ നിഷേധിക്കും. അവിടെയാണ് അവർക്ക് പേവ സംഭവിക്കുന്നത് പല വിഷയത്തിലും. ഇപ്പൊ തൗഹീദിന്റെ വിഷയത്തിൽ അവർ അഹ്ലുസുന്നയുടെ അഖീദക്കെതിരാണ്. എന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയിലും അവർ സലഫുകളുടെ അഖീദക്കെതിരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ അർത്ഥം ലാ മഅബൂദ ഹഖ്കുൻ ഇല്ലല്ലാഹ്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ആവർത്തനം ഒരിക്കലും നമുക്കെന്തല്ല, വിരസതയല്ല, അത് ഗുണവർദ്ധനാണ്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അഖീദ ഗ്രന്ഥങ്ങളിലെ അഖീദ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആവർത്തനം നല്ലതാണ്, നമ്മളെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും പല വിഷയങ്ങൾ പറയുമ്പോഴും ആവർത്തിച്ച് പറയേണ്ടി വരും, അത് ഗുണവർദ്ധനമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അശ്ശരികൾ അർത്ഥം വെക്കുക ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, സൃഷ്ടിക്കാൻ കഴിവുള്ളവനായി അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അശ്ശരികൾ ചർച്ച ചെയ്യുന്നത് കുറവാണ്. അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ശിർക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ കുറവാണ്. അവർ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും എന്താണ്? റുബൂബിയത്താണ്, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ലാ ഖാദിർ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ് എന്ന ആശയം വെച്ചിട്ട് രണ്ട് പേച്ച പ്രസ്ഥാനം ഉണ്ടായി. ഒന്ന് സമസ്ത മുശ്രിക്കുകൾ, അവർ ശിർക്കിലേക്ക് പോയി. അള്ളാഹിനെ പോലെ ഒരു അള്ളാഹുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ എന്ന് വാദിട്ട്. രണ്ടാമത്തെ തബ്ലീഗുകാർ, അവരുടെ ദഅവത്ത് റുബൂബിയത്തിലേക്കായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നർത്ഥം. അതുകൊണ്ട് റുബൂബിയത്തിലേക്ക് ക്ഷണിക്കുന്നവരായിട്ട് അവർ പോയി. ഇതാണ് രണ്ടാമത്തെ മസല. തൗഹീദിലും ലാ ഇലാഹ ഇല്ലല്ലയിലും അശ്ശരികൾ അഹ്ലുസുന്നക്കെതിരാണ്. മൂന്നാമത്തേത് ഈമാനിലെ മസലത്തുൽ ഈമാൻ. ഈമാന്റെ വിഷയത്തിൽ അശ്ശരികൾ അഹ്ലുസുന്നക്കെതിരാണ്. അഹ്ലുസുന്ന ഈമാനെ സംബന്ധിച്ച് പറയുന്നത് ഈമാനിന് 3 റുക്നുകളുണ്ട്. 3 റുക്നുകൾ, ഫർളുകൾ ചേർന്നതാണ് ഈമാൻ. ഒന്ന് ഇഅ്തിഖാദുൻ ബിൽ ജനാൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കൽ. 2 ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയൽ. 3 അമലുൻ ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ. ഇത് 3മാണ് ഈമാൻ. ഹൃദയം കൊണ്ട് അംഗീകരിക്കുക, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. ഇത് യസീദു ബിത്താഅ വയൻഖുസു ബിൽ ഇസ്യാൻ, അനുസരണയിലൂടെ കൂടും, ധിക്കാരത്തിലൂടെ കുറയും. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഈമാനെ വിശദീകരിക്കാറുള്ളത്. ഇതിൽ ഈമാന്റെ വിഷയത്തിൽ പേച്ചുപോയ 3 കക്ഷികളുണ്ട്. ഒന്ന് മുർജികൾ, 2 മുഅ്തസിലുകൾ, 3 ഖവാരിജുകൾ. ഇവര് 3 പേരും ഈമാനിൽ പേച്ചുപോയവരാണ്. മുഅ്തസിലിയകളും ഖവാരിജുകളും പറയുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഷൈഉൻ വാഹിദ് ലാ യതജസ്സ, അത് കുറെ പാർട്ടല്ല. അതുകൊണ്ട് തന്നെ ലാ യസീദു വലാ യൻഖുസു, അത് കൂടുമില്ല കുറയുമില്ല. ഈമാൻ ഒറ്റ ഈമാൻ, ഈമാൻ എന്ന് പറയാം. അതാണ് മുഅ്തസിലിയകളും ഖവാരിജുകളും പറയുക. മുർജികളുടെ അടുക്കൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനിൽ അമല് പെടുകയില്ല, ഈമാനിൽ അമല് പെടുകയില്ല. ഇതാണ് മുർജികളുടെ വാദം. കർമ്മങ്ങൾ ഈമാനിൽ നിന്നും പുറത്താണ്. നമ്മളെന്താ പറഞ്ഞത്? ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അംഗീകരിക്കലാണ്, നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാണ്, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. മുർജികൾ പറയും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ ഈമാനിൽപ്പെട്ടതല്ല. സഹാബാക്കളടക്കമുള്ള സലഫുകൾ ഇജ്മാ ആണ് ഈ 3 കാര്യം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയ വലിയ ഇമാമുമാർ, സഹാബാക്കളടക്കമുള്ള സലഫുകൾ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞ മസലയാണിത്, ഈമാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിലാണ് മുർജിയാക്കൾ പേച്ചു പോയത്. അവരെന്ത് പറഞ്ഞു? കർമ്മങ്ങൾ ഈമാനിൽ പെടുകയില്ല. കർമ്മങ്ങൾ ഈമാനിൽ പെടുകയില്ല എന്ന വാദക്കാർക്കാണ് എന്ത് പറയാ? മുർജികൾ. മുർജികൾ 4 കൂട്ടരാണ്. മുർജിയ ഇർജാഅ് വാദമുള്ളവർ 4 കൂട്ടരാണ്. ഒന്ന് ജഹ്മികൾ, നമ്മൾ പറഞ്ഞിരുന്നല്ലോ ജഹ്മികളെ കുറിച്ച്. അൽ ജഹ്മി ബിൻ സഫ്വാൻ എന്ന് പറയുന്ന ഒരു കാഫിറിന്റെ ടീമാണ് ജഹ്മികൾ എന്നറിയപ്പെടുന്നത്. ജഹ്മി കാഫിറാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഇത്തിഫാക്കാണ്. അദ്ദേഹത്തെ അറുത്തു കൊന്നതാണ് സലഫുകൾ. ജഹ്മിന്റെ ആൾക്കാരുടെ, ജഹ്മികളുടെ വാദം ഈമാൻ എന്ന് പറഞ്ഞാൽ മഅരിഫത്ത് മാത്രമാണ്, അറിയല് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞാ മതി, ഓ മുഅ്മിനായി. അറിയലോടുകൂടി ഓ മുഅ്മിനായി. രണ്ടാമത്തേത് അശ്അരികളാണ്. അശ്അരികളുടെ വാദപ്രകാരം ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തൽ മാത്രമാണ്, തസ്ദീഖ് മാത്രമാണ്, സത്യപ്പെടുത്തൽ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സുകൊണ്ട് സത്യപ്പെടുത്തിയാൽ ഓ മുഅ്മിനായി.
മൂന്നാമത്തേത് കറാമികൾ. കറാമികളുടെ വാദപ്രകാരം ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയൽ മാത്രമാണ്, നുത്കും ബിൽ ലിസാന് മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വായുകൊണ്ട് പറഞ്ഞവർ മുഅ്മിനായി, ഹൃദയത്തിൽ എന്തുണ്ടായിക്കോട്ടെ. നാലാമത്തെ കൂട്ടർ മുർജിയത്തുൽ ഫുഖഹ, കൂഫയിലെ ഹനഫി ഫുഖഹാക്കൾ. അവര് പറയുന്നത് ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും ഹൃദയം കൊണ്ട് അംഗീകരിക്കലും മാത്രമാണ്, കർമ്മങ്ങൾ ഈമാനിൽപ്പെട്ടതല്ല. ഈ 4 കൂട്ടർക്കാണ് മുർജികൾ എന്ന് പറയുക. ഇതിൽ അശ്ശരികളെ കുറിച്ച് നമ്മൾ പറയുന്നത്, അശ്ശരികൾ അവരുടെ പേരാണ് നമ്മൾ ചർച്ച. അശ്ശരികൾ ഈമാൻ നിർവചനം എന്താണ്? തസ്ദീഖ് മാത്രമാണ്. തസ്ദീഖ് സത്യപ്പെടുത്തൽ മാത്രമാണ്. ചില ഉലമാക്കൾ എഴുതി ജഹ്മികളുടെ അതേ വാദം അശ്ശരികൾക്കുമുണ്ട് എന്ന്. എന്ത്? അറിയൽ മാത്രം മതി. ജഹ്മികളുടെ ഇവരൊക്കെ മുർജിയാക്കളുടെ വാദപ്രകാരം ഫിറഔൻ മുഅ്മിനാവും, അവന് അറിഞ്ഞിട്ടുണ്ട്. അബൂ താലിബ് മുഅ്മിനാകും, അവൻ സത്യപ്പെടുത്തിയിട്ടുണ്ട് മനസ്സുകൊണ്ട്. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മുനാഫിക്കുകൾ മുഅ്മിനാകും, അവർ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ മുർജിയാക്കളുടെ വാദപ്രകാരം മുഅ്മിനീങ്ങളാകും. കാരണം ഒരാൾ അറിഞ്ഞവരാണ്, മറ്റു ചിലർ സത്യപ്പെടുത്തിയവരാണ്, മറ്റു ചിലർ നാവ് കൊണ്ട് പറഞ്ഞവരാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅ പറയുന്നത് ഒരാൾ മുഅ്മിനാകണമെങ്കിൽ ഇത് 3 വേണം. ഹൃദയം കൊണ്ട് അംഗീകരിക്കണം, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. അത് ഈമാൻ അനുസരണയിലൂടെ കൂടും, ധിക്കാരത്തിലൂടെ കുറയുകയും ചെയ്യും എന്ന്. അപ്പോൾ അശ്ശരികൾ ഈമാനിലും ആർക്കെതിരാണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദക്കെതിരാണ്. അശ്ശരികൾ സത്യപ്പെടുത്തൽ മാത്രം മതി എന്ന് പറയുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മൾ സമർത്ഥിക്കും. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല തുടർ ക്ലാസ് ആണല്ലോ. വിശദമായി അശ്ശരികളുടെ ദലാലാത്തുകൾ, പിഴവുകൾ എന്ന് മാത്രമല്ല കുഫ്റൻ വാദങ്ങൾ വരെ നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മുടെ അഖീദ ശരിയാക്കാനും അശ്ശരി എന്ന കുഫ്റൻ ദലാലത്തിൽ കുടുങ്ങിപ്പോയ അശ്ശരികളെ സലഫിയത്തിലേക്ക് ക്ഷണിക്കാനും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എത്ര മസലകളാണ് പറഞ്ഞത്? അശ്ശരികൾ അഹ്ലുസുന്നത്തിനെതിരായ 3. നാലാമത്തേത് ഖുർആൻ. ഖുർആന്റെ വിഷയത്തിൽ അശ്ശരികൾ അഹ്ലുസുന്നത്തിനെതിരാണ്. ഖുർആന്റെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്. അൽ ഖുർആനു കലാമുല്ലാഹ്. ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല. എങ്ങനെ? ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല, മഖ്ലൂക്കല്ല. അള്ളാഹുവിന്റെ സംസാരം അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫുമുണ്ട്, അക്ഷരം, സൗത്തുമുണ്ട്, ശബ്ദവുമുണ്ട്. അള്ളാഹുവിന്റെ സംസാരം കേൾക്കപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫുമുണ്ട്, സൗത്തുമുണ്ട്. സൗത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ഖുർആന്റെ വിഷയത്തിൽ. ഖുർആന്റെ വിഷയത്തിൽ പഴയകാലം മുതലേ ആൾക്കാർ പേച്ചുപോയി. ഖുർആന്റെ വിഷയത്തിൽ പേച്ചുപോയ ഒരു ടീമാണ്, ആദ്യകാല ടീമാണ് ജഹ്മികൾ. നേരത്തെ പറഞ്ഞ ജഹ്മികൾ. ജഹ്മികൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅ, അതായത് സഹാബാക്കടക്കമുള്ള സലഫുകൾ ഇജ്മാ ആണെന്ന് കുഫറുള്ള പല മസലയും വാദിച്ചവരാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് ചിലർ എഴുതിയിട്ടുണ്ട്, ജഹ്മികൾ കാഫിറുകളാണെന്നതിൽ സലഫുകൾ ഇജ്മാ ആണ്. ജഹ്മികൾ കാഫിറുകളാണെന്നതിൽ ഇജ്മാ ഉണ്ട് മുത്ലഖൻ. ജഹ്മികൾ എന്ന വിഭാഗം കാഫിറുകളാണ് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്നുവരെ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ജഹ്മികൾ ഖുർആനെ സംബന്ധിച്ച് പറയാ, ഖുർആൻ അത് മഖ്ലൂക്കാണ്. ഖുർആൻ അള്ളാഹുവിന്റെ മഖ്ലൂക്ക്. ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് മഖ്ലൂക്കാണ്. അൽ ഖുർആനു കലാമുല്ലാഹ് മഖ്ലൂക്കുൻ. അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയാണ് എന്നാണ് വാദിക്കുക. ആദ്യകാലത്ത് ഖുർആനെ സംബന്ധിച്ചിട്ട് അടിസ്ഥാന 3 വാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഖുർആൻ അള്ളാഹിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയാണ്. അപ്പൊ ആരെങ്കിലും ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഓൻ ജഹ്മിയാണ്. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ ഓൻ ജഹ്മിയാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ സംസാരം മഖ്ലൂക്കാണെന്ന് പറഞ്ഞാൽ ഓൻ കാഫിറാണ് എന്ന വിഷയത്തിൽ ഇത്തിഫാഖുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. സലഫുകൾ ഇജ്മാ ആണ്, ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞവൻ കാഫിറാണ്. കാരണം അള്ളാഹുവിന്റെ വിശേഷണം സൃഷ്ടിയാണെന്ന് പറയലാണത്. അപ്പോൾ ഖുർആന്റെ വിഷയത്തിൽ പേച്ചുപോയ ഒരു ടീമാണ് ജഹ്മികൾ. ജഹ്മികളുടെ അതേ വാദം തന്നെയാണ് മുഅ്തസിലിയാക്കൾക്കുള്ളത്. ഖുർആൻ സൃഷ്ടിയാണെന്നാണ് മുഅ്തസിലിയാക്കളുടെയും വാദം. അന്നുണ്ടായിരുന്ന ജഹ്മികളിൽപ്പെട്ട മറ്റൊരു ടീമാണ് വാക്കിഫിയാക്കൾ. വാക്കിഫിയാക്കൾ അവർ പറയും ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയാണെന്നോ സൃഷ്ടിയല്ലാന്നോ ഞാൻ പറയൂല, ഞാൻ മൗനം ദീക്ഷിക്കും. ലാ അഖൂലു മഖ്ലൂഖുൻ ഔ ഗൈറു മഖ്ലൂഖ്. സൃഷ്ടിയാണെന്നോ സൃഷ്ടിയല്ലാന്നോ ഞാൻ പറയില്ല, ഞാൻ മൗനം ദീക്ഷിക്കും.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ആരെങ്കിലും ഞാൻ സൃഷ്ടിയാണെന്നോ സൃഷ്ടിയല്ലാന്നോ പറയില്ല എന്ന് പറഞ്ഞാൽ ഓനും ജഹ്മിയാണ്. കാരണം ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല എന്ന് തന്നെ പറയണം, എന്നാലേ അഹ്ലു സുന്നയാവും. ആ വേർഡ് തന്നെ പ്രയോഗിക്കണം. ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാലേ ഒരാൾ അഹ്ലു സുന്നയാകൂ. ജഹ്മികള് ഒരു തന്ത്രം പ്രയോഗിച്ചതാണ്. ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, പക്ഷെ സൃഷ്ടിയാണെന്നോ സൃഷ്ടിയല്ല എന്നോ ഞാൻ പറയുന്നില്ല. ചർച്ചയായ സ്ഥിതിക്ക് അത് പറയാൻ തന്നെ വേണം. ചർച്ച ആയിട്ടില്ല എങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അള്ളാന്റെ കലാമാണ്, എല്ലാവരും അംഗീകരിക്കുന്നു, സൃഷ്ടിയല്ല എന്നാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ സൃഷ്ടിയാണ് എന്ന വാദം രംഗത്ത് വന്നത് കൊണ്ട് തന്നെ എന്റെ നിലപാട് എന്ത് എന്ന് തുറന്നു പറയണം. ഇമാം അഹ്മദ് പറഞ്ഞതാണ്, ജനങ്ങൾക്കിടയിൽ ഈ ചർച്ച വന്ന സ്ഥിതിക്ക് തുറന്നു പറഞ്ഞേ പറ്റൂ. അപ്പൊ വാക്കിഫിയാക്കൾ അവരെന്താ പറയുന്നത്? ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, സൃഷ്ടിയാണെന്നോ സൃഷ്ടിയല്ല എന്നോ ഞാൻ പറയില്ല. മൂന്നാമത്തെ ടീം ലഫ്ലിയാക്കൾ അവര് പറയുന്നത് ഖുർആൻ അള്ളാഹിന്റെ സംസാരമുണ്ട്. ലഫ്ലി ബിൽ ഖുർആൻ, ഞാൻ ഓതിയ ഖുർആൻ സൃഷ്ടിയല്ല അല്ലെങ്കിൽ സൃഷ്ടിയാണ് എന്ന് പറയും. വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അത്. ഒറ്റടിക്ക് പറഞ്ഞാൽ നിങ്ങൾക്കും ടൈറ്റായി തോന്നും. നമ്മൾ ഖുർആൻ ഓതുമല്ലോ. ഖുർആൻ ഇപ്പൊ ഞാൻ ഓതാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലഫ്ലിൽ പറയും ഞാൻ ഓതി ഈ ഓത്തുണ്ടല്ലോ അത് സൃഷ്ടിയാണ്. ചിലർ പറയും അത് സൃഷ്ടിയല്ല. രണ്ടുദ്ദേശിക്കാം. ഓതിയ ഓത്ത് എന്ന് പറയുമ്പോ ഈ ഖിറാഅത്ത്, ഓതപ്പെട്ട ആയത്തുണ്ടല്ലോ അതെന്താണ്? അള്ളാന്റെ സംസാരാണ്. അത് സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിക്കലേ? ഇനി ഈ ഓതപ്പെട്ട് കേട്ട എന്റെ ശബ്ദം ഉണ്ടല്ലോ, എന്റെ ശബ്ദം എന്താണ്? സൃഷ്ടിയാണ്. രണ്ടും തെറ്റിദ്ധരിക്കാൻ കാരണമാകും. അപ്പൊ ഈ ലഫ്ദ് കൊണ്ട് ആളെ പറ്റിക്കാം. ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖുൻ ഗൈറു മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ് പറഞ്ഞു, ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഞാൻ ഓതിയ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞവൻ ജഹ്മിയാണ്. ഞാൻ ഓതിയ ഖുർആൻ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞവൻ മുബ്തദിയുമാണ്. രണ്ടും പറയാൻ പറ്റൂല. ഇമാം അഹ്മദ് പറഞ്ഞ പിന്നെ എന്തെന്നെ പറയണം? ഖുർആൻ അള്ളാഹിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല എന്ന് തന്നെ പറയണം. ചെറിയ വാഗ്വാദമെല്ലാം ഉണ്ടായെന്ന്, വലിയ പ്രശ്നം, കോയിലൊക്കെ സൃഷ്ടിച്ച വലിയൊരു പ്രശ്നമായിരുന്നു ഖുർആൻ സൃഷ്ടിയാണല്ലെന്ന് വിഷയത്തിൽ. ഇമാം അഹ്മദ് ഒറ്റക്ക് നിന്ന് സ്ഥാപിച്ചൊരു അഖീദയാണിത്. വിധേയികളുടെ എല്ലാ പഴുതും അറുത്ത് മാറ്റി ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹി പോലുള്ള ഉലമാക്കൾ സ്ഥാപിച്ചു. ഇതാണ് ആദ്യകാലത്തുണ്ടായ ഖുർആന്റെ വിഷയത്തിലുള്ള പേച്ച കക്ഷികൾ, ജഹ്മികൾ, മുഅ്തസിലികൾ. ഇതേ വാദമാണ് അശ്അരികൾക്കുള്ളത്. അശ്അരികൾ ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിക്കുന്നവരാണ്. ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിക്കും. എന്നാൽ ഇവര് ഭയങ്കര തന്ത്രം മെനയുന്ന ആൾക്കാരാണ്. അതാണ് ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞത്, അശ്അരികളെയും നിരീശ്വരവാദികളെയും പോലെ സ്വന്തം അഖീദ മറച്ചു വെക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ജനങ്ങൾക്കിടയിൽ കുതന്ത്രങ്ങൾ മെനഞ്ഞ് നിലനിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അശ്അരികൾ. ഉള്ള അഖീദ തുറന്നു പറയില്ല. ഖുർആൻ സൃഷ്ടിയാണെന്നാണ് അശ്അരികളുടെ വാക്കിന്റെ ലാസ്റ്റ് വാക്ക്. ഇനി അശ്അരികൾ പോയി ചോദിച്ചാൽ ചിലപ്പോൾ അശ്അരികൾ ഞാൻ അശ്അരിയാണെന്ന് പറയുന്നവന്നെ ഇതറിയില്ല. അവർ സമ്മതിച്ചിട്ടില്ല, നമ്മളങ്ങനെ പറയുന്നില്ല. അശ്അരികൾ എന്ത് ചെയ്യുന്ന പറയുമോ? ഖുർആനെ രണ്ടാക്കി. ഖുർആന്റെ ലഫ്ളും ഖുർആന്റെ ആശയവും. ചിലർ പറയും ഖുർആൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ ശരിക്കും ആശയമാണ്, അത് സൃഷ്ടിയല്ല, അത് അള്ളാഹുവിന്റെ സിഫത്താണ്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ലഫ്ള് ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള മുസ്ഹഫിലുള്ള ലഫ്ളുകൾ, അത് സൃഷ്ടിയാണ്. ഖുർആന്റെ ആശയം സൃഷ്ടിയല്ല, അത് അള്ളാഹിന്റെ കലാമാണ്. ശരിക്കും ആശയം അള്ളാഹുവിന്റെ ഇൽമു പോലെ, അള്ളാഹിന്റെ കുദ്റത്ത് പോലെ അള്ളാഹുവിൽ അടങ്ങിയ ഒന്നാണ്. കായും ബിൻ നഫ്സാണ്, മാനൻ ദാത്തിയാണ്, മാനൻ നഫ്സിയാണ് ഖുർആൻ. അള്ളാഹിന്റെ സംസാരം അത് കേൾക്കപ്പെടൂല, മൊഴിയപ്പെടൂല, ഓതപ്പെടൂല. ഓതപ്പെടുന്ന ഖുർആൻ, കേൾക്കപ്പെടുന്ന ഖുർആൻ സൃഷ്ടിയാണ്. അപ്പൊ ഖുർആൻ നമ്മളെ കൈമുള്ള ഖുർആൻ. അപ്പൊ ഇമാം ഇബ്നു ഖുദാമ ചോദിച്ച ഒരാളോട്, അപ്പൊ 2 ഖുർആനുണ്ടോ? എന്താ നമുക്ക് 2 ഖുർആൻ ഉണ്ടായാല്? അശ്ശരി വലിയ പണ്ഡിതൻ പറയണം, അശ്ശരി നമുക്ക് 2 ഖുർആനുണ്ട്. ഒന്ന് നമ്മുടെ കൈമുള്ള മഖ്ലൂക്കായ ഖുർആനും, 2 അള്ളാഹു സംസാരിച്ച മഖ്ലൂക്ക് അല്ലാത്ത ഖുർആനും. അങ്ങനത്തെ വരെ വിദണ്ഡവാദങ്ങൾ, പൊട്ടവാദങ്ങൾ ഇവിടെ പേച്ചാക്കി സ്ഥാപിക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അശ്ശരികളുടെ മൊത്തത്തിൽ അശ്ശരിയുടെ വാക്കെന്താണ്? ഖുർആൻ, നമ്മളെ കയ്യിലുള്ള ഖുർആൻ മുസ്ഹഫ് സൃഷ്ടിയാണ് എന്ന വാദമാണ്. ഖുർആന്റെ അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫില്ല, സൗത്തില്ല. ജഹ്മിയാക്കളും മുഅ്തസിലിയാക്കളും ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അശ്ശരികൾ പറയുന്ന ഖുർആൻ അള്ളാന്റെ സംസാരം തന്നെയല്ല, അള്ളാന്റെ സംസാരം വേറെ, അത് അള്ളാഹുവിന്റെ ഹൃദയത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓതുന്നതോ അത് അള്ളാഹു ലൗഹിൽ മഹ്ഫൂദിൽ സൃഷ്ടിച്ചു. ലൗഹിൽ മഹ്ഫൂദിൽ നിന്നും ജിബ്രീൽ എടുത്തിട്ട് റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തു. അള്ളാഹ് സംസാരിച്ചതല്ല.
ഈ നമ്മൾ ഓതുന്ന ഖുർആൻ, നമ്മുടെ കയ്യിലുള്ള ഖുർആൻ. ഇത്ര ഗൗരവമുള്ള അപകടമുള്ള വാദം നോക്കി അശ്ശരികളുടേത്. നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗുകാരും സമസ്തക്കാരെ പിന്നെ വിടുവർ, അവർ ശിർക്കിന്റെ അഹലുകാരാണ്. തബ്ലീഗുകാര് അവരൊക്കെ അശ്ശരികൾ എന്ന് വാദിക്കുന്നവർക്ക് ഈ തടിച്ച കുഫ്റൻ വാദമാണുള്ളത്. പക്ഷേ നമുക്ക് ആ കുഫ്റൻ വാദം പറയുമ്പോൾ തന്നെ അശ്ശരികൾ എത്ര കടുത്തവരാണ് നമുക്ക് തിരിയും. ഇത്ര തനിച്ച കുഫറും കൊണ്ട് നടക്കുന്ന വലിയ പേച്ച കക്ഷികളാണ് അശ്ശരികൾ നമുക്ക് ബോധ്യപ്പെടും. അവരുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കുമ്പോൾ അശ്ശരികൾ പറയുക, ഖുർആനെ ലഹുൽ മഹ്ഫൂദ് അള്ളാഹു സൃഷ്ടിച്ചു, ആ സൃഷ്ടിയെ അള്ളാഹു ജിബിരിയിൽ എടുത്തിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തു. ചില അശ്ശരികൾ പറയും ജിബിരി അള്ളാഹുവിന്റെ മനസ്സിലുള്ള സംസാരം. അവരതാ പറയുന്നത്, സംസാരം അള്ളാഹുവിന്റെ മനസ്സിലുള്ളതാണ്, കലാമുൻ നഫ്സിയാണ്, ഉള്ളിലുള്ളതാണ്. അത് ജിബ്രീലിന് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തു. ജിബ്രീല് അത് റസൂലുള്ളാഹിക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. അള്ളാഹു സംസാരിച്ചിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അള്ളാഹിന്റെ സംസാരമല്ല, അത് ജിബ്രീൽ തോന്നിപ്പിച്ചു കൊടുത്തത്. അശ്ശരികൾ അള്ളാഹുവിന്റെ സംസാരത്തെ സംബന്ധിച്ച് പറയാണ്, അവര് ഈ ഖുർആൻ ഇങ്ങനെയാണ് എന്ന് വാദിക്കാൻ തെളിവ് ചോദിച്ചാൽ എന്താ പറയാ? നസ്രാനിയായ അഖ്തൽ എന്ന കവിയുടെ കവിത ഉദ്ധരിക്കും. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല എന്നൊരു അഖ്തൽ എന്ന് പറയുന്ന നസ്രാനിയുടെ ഒരു കവിത ഉണ്ട്. അങ്ങനെ ഒരാൾ പാടിയെന്നോ സ്ഥിരപ്പെട്ടിട്ടില്ല. ആ അഖ്തൽ ആര് എന്ന വിഷയത്തിൽ ചർച്ചയുണ്ട്. ഒക്കെ വേറെ കാര്യം. ഇവര് പറയും ഖുർആൻ സംസാരം എന്ന് പറഞ്ഞാൽ കലാമുൻ നഫ്സിയാണ്, ഹൃദയത്തിൽ അടങ്ങിയതാണ് എന്നതിന് തെളിവ് ഈ അഖ്തലിന്റെ കവിതയാണ്. ആ അഖ്തലിനെ കുറിച്ചിട്ട് പറയപ്പെടുന്ന അയാൾ നസ്രാനിയാണ്, ക്രിസ്ത്യാനിയാണ്. അള്ളാഹിന്റെ സംസാരത്തെ സ്ഥാപിക്കാൻ ഖുർആനായത്തും ഹദീസും അല്ല ഇവർക്കുള്ളത്. അശ്ശരിയിലെ ഗ്രന്ഥങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. പണ്ഡിതന്മാര് പറയാണ്ട് അശ്ശരി ഗ്രന്ഥം നോക്കിയാൽ കാലല്ലാ കാല റസൂല കാണൂല. പിന്നെന്താ കാലൽ ഹുകമാഉ, കാലൽ മുഅല്ലിമുൽ അവ്വലു, കാലൽ ഫൈലൂസഫ്, അങ്ങനെയൊക്കെ ഉണ്ടാകുക. തത്വശാസ്ത്രവും ഗ്രീക്ക് ശാസ്ത്രമൊക്കെയാണ് അവർ ഉദ്ധരിക്കുക. തത്വജ്ഞാനികളെ വാക്കുകളൊക്കെയാണ് അവർ ഉദ്ധരിക്കുക. ആയത്തും ഹദീസും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ സംസാരത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉദ്ധരിക്കുന്നത് ഈ കവിതയാണ്. അതാണ് ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ലാമിയയിൽ അവർക്ക് റദ്ദ് കൊടുത്തത്. കുബ്ഹൻ ലിമൻ നബദൽ ഖുർആന വറാഅഹു വഇദസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലൂൻ. കുബ്ഹൻ നാശം, ലിമൻ നബദൽ ഖുർആന വറാഅഹു ഖുർആനിനെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞവർക്ക് നാശം. ആരാണ് അവര്? അശ്ശരികൾക്കുള്ള റദ്ദാണ്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തുൽ ലാമിയയിൽ പറയാണ്, വഇദസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലു, ഖുർആൻ നഫ്സും കലാമുൻ നഫ്സിയാണ് എന്നതിന് അവർ തെളിവെടുക്കാൻ പറഞ്ഞാൽ തെളിവെടുക്കൽ എന്താണ്? ഖാലൽ അഖ്തലു, അഖ്തൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. എന്താ അഖ്തൽ പറഞ്ഞത്? ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല എന്ന അഖ്തലിന്റെ കവിത പാടും. ഇതാണ് ഖുർആന്റെ വിഷയത്തിലുള്ള അശ്ശരികളുടെ നിലപാട്. അവർ ഖുർആന്റെ വിഷയത്തിലും അഹ്ലുസുന്നക്കെതിരാണ്, കുഫ്റൻ വാദമുള്ളവരാണ്. അഖ്തലിന്റെ കവിത പാടിയിട്ട് ഖുർആനിനെ അവർ നിഷേധിക്കുന്നവരാണ്. അതേപോലെ തന്നെ അശ്ശരികൾ ഖദറിന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അഖീദക്കെതിരാണ്. ഖദറിന്റെ വിഷയത്തിൽ മൊത്തത്തിൽ രണ്ട് ടീമാണുള്ളത്. ഒന്ന് ഖദരികൾ. ഖദരികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിന് മശീഅത്തില്ല എന്ന് വാദിക്കുന്നവർ. സൃഷ്ടികളുടെ പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന് തീരുമാനമില്ല. സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളുടെ സ്രഷ്ടാക്കൾ സൃഷ്ടികൾ തന്നെ. എങ്ങനെ? സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളുടെ സ്രഷ്ടാവ് സൃഷ്ടികൾ തന്നെ. ഇങ്ങനൊരു വാദത്തിലേക്ക് വരാൻ വേറെ കുറെ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് അള്ളാഹുവിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ. ആ ഉദ്ദേശം ശർഈയായ ഉദ്ദേശമാണ്. അള്ളാഹു തെറ്റ് ഉണ്ടാകാൻ ഉദ്ദേശിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു, ഇവിടെയാണോ കോഴിക്കോടാണോ പറഞ്ഞെന്ന് ഓർമ്മില്ല. അള്ളാഹുവിന്റെ ഇറാദത്ത് രണ്ട് രീതിയിലാണ്. ഇറാദത്തുൻ ശർഈയ, ഇറാദത്തുൻ കൗനിയ. പക്ഷെ നമുക്ക് ശേഷം വിശദീകരിക്കേണ്ടതാണ്. ശരികളുടെ പേര് പറയുമ്പോൾ പറയേണ്ട ഒന്നാണത്. ഇറാദത്തുൻ ശർഈയ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ, അള്ളാഹു മുഅ്മിനീങ്ങളോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ, അതാണ് ഇറാദത്തുൻ ശർഈയ. മുഅ്തസിലികൾ പറയുന്നു ഈ ഇറാദത്തെ അള്ളാഹ്ക്കുള്ളൂ. അഹ്ലുസുന്ന പറയുന്നത് ഇറാദത്ത് രണ്ട് തരത്തിലാണ്. ഇറാദത്തുൻ ശർഈയ ഒന്ന് ഈ പറഞ്ഞത്, രണ്ട് ഇറാദത്തുൻ കൗനിയ, അള്ളാഹുവിന്റെ പ്രാപഞ്ചിക തീരുമാനം, ഉണ്ടാകണമെന്ന അള്ളാഹിന്റെ തീരുമാനം. ശൈത്താനെ സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. കുഫറിനെയും തെറ്റുകളെയും സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. അതേപോലെ തന്നെ മലക്കുകളെയും നന്മകളെയും സൃഷ്ടിച്ചത് ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രാപഞ്ചിക പൊതു തീരുമാനമാണ്. ഇതൊക്കെ ദുനിയാവിൽ ഉണ്ടാകണമെന്ന അള്ളാഹിന്റെ പൊതു തീരുമാനമാണ്.
ഈ ഇറാദത്തിനെ മുഅ്തസിലാക്കൾ അംഗീകരിക്കൂല. അള്ളാഹുവിന്റെ തീരുമാനങ്ങളെല്ലാം അള്ളാഹ് ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതും കൽപ്പിക്കുന്നതുമാണ് എന്ന് പറയും. അപ്പോൾ ഹറാമ് ചെയ്താൽ ഇവരുടെ വാദപ്രകാരം അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതും തൃപ്തിപ്പെട്ടതും കൽപ്പിച്ചതാണെന്ന് വാദിക്കേണ്ടി വരും. അപ്പോൾ ഇവർ പറഞ്ഞു ഹറാമുകൾ ചെയ്യുന്നത് അത് അള്ളാഹു സൃഷ്ടിക്കുന്നതല്ല. നമ്മൾ പറയും അത് ഇറാദ കൗനിയയിൽപ്പെട്ടതാണ്. ഉണ്ടാകണമെന്ന അള്ളാന്റെ തീരുമാനം, ഒരു പൊതു തീരുമാനം, പ്രാപഞ്ചിക തീരുമാനം, അതിൽപ്പെട്ടതാണ് ഹറാമുകൾ ഉണ്ടാകുന്നത്. ഇവര് പറയും ഇറാദ ശറഈയേ ഉള്ളൂ, അതുകൊണ്ട് ഹറാമുകൾ ചെയ്താൽ അത് അള്ളാഹ് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹ് തൃപ്തിപ്പെട്ടതാണ്, ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഹറാമുകളുടെ സ്രഷ്ടാവ് സൃഷ്ടികൾ തന്നെ. അങ്ങ് വാദിച്ചവരെന്ത് പറഞ്ഞു? അള്ളാഹുവിന് അടിമകളുടെ പ്രവർത്തനത്തിൽ മശീഅത്തില്ല. ഖദറിനെ നിഷേധിക്കുന്നവരാണ് ഖദരികൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഖദറിനെ നിഷേധിക്കുന്നവരാണ് ഖദരികൾ. മുഅ്തസിലിയാക്കാണവർ. ഈ ഖദർവാദമുള്ളവരാണ് മുഅ്തസിലികൾ. ഒന്നുകിൽ ഖദരികൾ എന്ന് പറയും, അല്ലെങ്കിൽ മുഅ്തസിലികൾ എന്ന് പറയും. രണ്ടും ഒരേ ടീമാണ്. ഖദർവാദം എന്നുള്ള ഒരു വാദമാണ്. ആ വാദം കൊണ്ടുവരുന്നവരാണ് മുഅ്തസിലിയാക്കൾ. അതുകൊണ്ട് മുഅ്തസിലിയാക്കളെയാണ് പൊതുവെ എന്ത് വിളിക്കാറുള്ളത്? ഖദരികൾ എന്ന് വിളിക്കാറുള്ളത്. ഖദർ നിഷേധികൾ. ഈ ഖദരികളുടെ നേരെ ഓപ്പോസിറ്റ് വാദമുള്ളവരാണ് ജബരികൾ. ജബരികൾ ക്ഷമിച്ച് കേൾക്കേണ്ട ഇൽമാട്ടോ, ഇത് രസത്തിൽ കേൾക്കാൻ കഴിയില്ല. ഇത് ഇൽമാണ്. ക്ഷമിച്ച് കേട്ടാൽ മനസ്സിലുറക്കും. കേൾക്കുമ്പോഴേ പ്രയാസം ഉണ്ടാവും, കേട്ട് കഴിഞ്ഞാൽ വലിയ ഇൽമായിരിക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടാവും. കിടന്നുറങ്ങുമ്പോൾ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും. പിന്നീട് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. പക്ഷെ കേട്ട് കഴിയാന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്, സബറുമാണ്. കേട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന സുഖമേ ഉള്ളൂ, കേൾക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല. എന്താ പറഞ്ഞ? ജബരികൾ. ഖദരികളുടെ നേരെ ഓപ്പോസിറ്റ് ജബരികൾ. ജബരികൾ പറയുന്നത് നമ്മൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല, എല്ലാം പ്രവർത്തിക്കുന്നത് അള്ളാഹുവാണ്. നമ്മൾ മുജുബറാണ്. നമ്മൾ കാറ്റിൽ പാറുന്ന അപ്പൂപ്പൻ താടി പോലെയാണ്. കാറ്റ് എങ്ങോട്ട് വീശുന്നോ അങ്ങോട്ടേക്ക് അപ്പൂപ്പൻ താടി പോവും, അല്ലെ? കാറ്റ് ഇങ്ങോട്ട് വീശാൽ അപ്പൂപ്പൻ താടി ഇങ്ങോട്ടേക്ക് പാറും. അതേപോലുള്ള കാറ്റിൽ പാറുന്ന അപ്പൂപ്പൻ താടി പോലെയാണ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അവർ പറയുന്നത് ഹഖീഖത്തുൽ ഫായിൽ, യഥാർത്ഥത്തിൽ ചെയ്യുന്നവൻ അള്ളാഹുവാണ്, നമ്മളല്ല. ഈ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരല്ല? നമ്മളല്ല, അള്ളാഹുവാണ്. നമ്മൾ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് മരം മുറിക്കുന്ന ആശാരിയുടെ കയ്യിലുള്ള വാള് പോലെയാണ്. ആശാരി അങ്ങോട്ടേക്ക് ഉന്തിയാൽ വാൾ അങ്ങോട്ടേക്ക് പോകും, ആശാരി ഇങ്ങോട്ടേക്ക് വാൾ വലിച്ചാൽ വാൾ ഇങ്ങോട്ടേക്ക് വരും. വാളിനൊരു സ്വാതന്ത്ര്യമില്ല. ആശാരി എങ്ങോട്ടേക്ക് നീക്കുന്നു അങ്ങോട്ടേക്ക് പോകും എന്നതുപോലെ നമ്മൾ കുളിപ്പിക്കപ്പെടുന്ന മയ്യത്ത് പോലെയാണ്. കുളിപ്പിക്കുന്നവൻ മയ്യത്തിന് എങ്ങോട്ടേക്ക് ഉന്തുന്നോ അങ്ങോട്ടേക്ക് മയ്യത്ത് തിരിയും. അതേപോലെയാണ് നമ്മൾ എടുത്തു കൊണ്ടുപോകപ്പെടുന്ന ജനാസ പോലെയാണ്. കൊണ്ടുപോകുന്ന ആൾ ഈ ജനാസയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അവിടത്തേക്ക് പോകേണ്ടി വരും. അതായത് ചെയ്യുന്നവന് ഒരു സ്വാതന്ത്ര്യമില്ല, വേറൊരാളാണ് ചെയ്യുന്നതെല്ലാം. ആ ചെയ്യുന്ന ആളാരാണ്? അള്ളാഹുവാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതാണ് ജബരിയത്ത് വാദം. ഹറാമ് ചെയ്താലും പറയും ഞാനല്ല ചെയ്തത്, അള്ളാഹുവാണ്. അപ്പൊ അവർ വാദപ്രകാരം സിന ചെയ്താൽ ആരാ സിന ചെയ്തത്? അള്ളാഹുവാണ്. കട്ടാൽ ആരാ കട്ടത്? അള്ളാഹുവാണ്. നഊദുബില്ലാ. എന്ത് ഗൗരവമുള്ള വാദമാണ്, കുഫ്രൻ വാദമാണ്. പണ്ഡിതന്മാര് അഹ്ലുസുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാര് പറയാറുണ്ട്, നീ നന്മ ചെയ്യുമ്പോൾ ഖദരിയും തിന്മ ചെയ്യുമ്പോൾ ജബരിയും ആകരുത്. നന്മ ചെയ്യുമ്പോൾ പറയും ഞാനാണ് ചെയ്തത്, ആർക്കും ഇതിൽ ഇടപാടില്ല എന്ന് പറയും. തിന്മ ചെയ്താലോ അള്ളാഹ് തീരുമാനിച്ചതല്ലേ, ഞാൻ ചെയ്തതല്ലല്ലോ എന്ന് പറയും, അല്ലെ? നന്മ ചെയ്യുമ്പോൾ ഖദരിയാക, തിന്മ ചെയ്യുമ്പോൾ ജബരിയാക, അതാകരുത്. എപ്പോഴും അഹ്ലുസുന്നയാണ്, സലഫി ആവണം എന്ന് അഹ്ലുസുന്നത്ത് ജമാഅത്തിലെ പണ്ഡിതന്മാർ പറയാറുണ്ട്. നമ്മളൊക്കെ അവസ്ഥ എങ്ങനെയാണ്? നിങ്ങൾ നന്മ ചെയ്താൽ നമ്മടെ ഞാനാ ചെയ്തത്, അള്ളാഹ്ക്ക് വരെ ഒരു റോളും ഇല്ല എന്നുള്ള പറയാ. നന്മ ചെയ്താൽ, തിന്മ ചെയ്താലോ ഞാൻ അറിയുന്നില്ല, അള്ളാന്റെ തീരുമാനം എന്നിടത്തേക്കാണ്. ഇതാണ് ജബരികൾ. അശ്അരികൾ ഖദരികളെ, അശ്അരികളുടെ പ്രയോജനം മൊത്തത്തിലൊന്ന് പറഞ്ഞുതരാം. അശ്അരികൾ ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ രണ്ട് കൂട്ടരെ കാണും, ചിലപ്പോൾ മൂന്ന് കൂട്ടരെ കാണും. ഒന്ന് അഹ്ലുസുന്ന, രണ്ട് മുഅ്തസിലിയാക്കൾ. ഇതാണ് അധികവും അഹ്ലുസുന്ന അശ്അരികൾ കാണുക. അഹ്ലുസുന്ന ഒന്ന് പറയും, അത് അശ്അരികൾ ഇങ്ങനെ കേൾക്കും. ഇപ്പുറത്ത് മുഅ്തസിലിയാക്കൾ പറയും, അതും അശ്അരികൾ ഇങ്ങനെ കേൾക്കും. ഈ വിഷയം നമുക്ക് എന്താ ഇപ്പം പറയാൻ പറ്റുക? ഇത് പറഞ്ഞാൽ ഇവരുടെ ടീമാവും, ഇത് പറഞ്ഞാൽ ഇവരുടെ ടീമാവും. രണ്ട് ടീമാവാൻ പാടില്ല. നമുക്കൊരു വാദം വേണ്ടേ? അശ്അരികളുടെ ഏത് വാദം നോക്കിയാലും ഈ ഏതെങ്കിലും ഒരു വാദമായിരിക്കും. അതാണ് പറഞ്ഞത്, കുറെ വേസ്റ്റുകളുടെ ഒരു കൊട്ടയാണ് അശ്അരിയത്ത്. വേസ്റ്റുകൾ കൂട്ടിയിട്ടൊരു കൊട്ടയാണ് അശ്അരിയത്ത്. കുറച്ച് ജബരിയത്തുണ്ട്, കുറച്ച് ഖദരിയത്ത്, കുറച്ച് ജഹ്മിയത്ത്, കുറച്ച് മുഅ്തസിലിയത്ത്, എല്ലാം കൂട്ടിയുണ്ടാക്കിയ ഒരു വേസ്റ്റ് കൊട്ട. അതാണ് അശ്അരിയത്ത്. പഠിച്ചങ്ങൾക്ക് ബോധ്യമാവും ഇൻഷാ അല്ലാഹ്. ഉദാഹരണത്തിന് അഹ്ലുസുന്ന പറഞ്ഞു, അള്ളാഹുവിനെ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ കാണും. എങ്ങനെ കാണും? ഉലുവിലായി, മുകളിലായിട്ട് കാണും.
മുഅ്തസിലകൾ പറഞ്ഞു അള്ളാഹുവിന് ഉലൂവ് എന്ന വിശേഷണവുമില്ല, മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ കാണൂല്ല. ഇത് രണ്ട് അശ്ശരി കേട്ടു. ഇപ്പൊ എന്താ പറയാ? അള്ളാഹുവിനെ ഉലൂവിലായി കാണുന്നു പറഞ്ഞാൽ അഹ്ലുസുന്നയാവും. നമ്മൾ അഹ്ലുസുന്നക്ക് എതിരാണല്ലോ, ആകാൻ പാടില്ല, ഓരോ വാദം പറയാൻ പാടില്ലല്ലോ. ഇവിടുത്തെ മുഅ്തസിലകൾ പറയുന്നത് അള്ളാഹു ഉലൂവ് എന്ന സിഫത്തുമില്ല റുയ്യത്തുമില്ല, അത് രണ്ടും നിഷേധിച്ചാൽ നമ്മൾ മുഅ്തസിലിയാവും. നമ്മൾ പണ്ടേ മുഅ്തസിലകൾക്ക് എതിരുമാണ്. ഇപ്പൊ എന്താണ് പറയേണ്ടത്? നമുക്കൊരു കാര്യം ചെയ്യാം. അഹ്ലുസുന്നയുടെ ഒരു വാദം എടുക്കാം, മുഅ്തസിലകളുടെ വേറൊരു വാദം എടുക്കാം. അശ്ശരികൾ പറയും മുഅ്മിനീങ്ങൾ അള്ളാഹിനെ കാണും പക്ഷെ ഉലൂവിലല്ല. കാണുമെന്ന് അഹ്ലുസുന്നയുടെ വാദവും പറഞ്ഞു, ഉലൂവിലല്ല എന്നുള്ള മുഅ്തസിലകളുടെ വാദവും പറഞ്ഞു. അള്ളാഹിനെ കാണും ഉലൂവിലല്ല. അപ്പോൾ മുഅ്തസിലകൾ ചിരിക്കും, എന്തടാ, ഒന്നെങ്കിൽ അവര് പറയുന്ന പോലെ ഉലൂവിലായിട്ട് കാണുന്നു പറയും, കാണണമെങ്കിൽ ജിഹത്ത് വേണ്ടേ? അള്ളാഹുവിന്റെ ജിഹത്ത് ഉലൂവ് എന്ന ജിഹത്ത് ഉണ്ടെന്ന് അള്ളാഹു ഇസ്ബാത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു യോജിച്ച രീതിയിലുണ്ട്, എങ്ങനെ നമുക്കറിയില്ല. സൃഷ്ടികളുടെ ഉലൂവല്ല, സൃഷ്ടികളുടെ മുകളിലല്ല, അള്ളാഹുവിന് യോജിച്ച ഉലൂവ് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട്. അത് അള്ളാഹ് പറഞ്ഞു. അള്ളാഹു അലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആലയാണ്, അള്ളാഹു ഫൗക്കൽ അർശാണ് എന്ന് അള്ളാഹു അള്ളാന്റെ റസൂൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് പറയും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നവർ പറയും അള്ളാഹുവിന് ഉലൂവില്ല റുയ്യത്തുമില്ല മുഅ്മിനീങ്ങൾക്ക്. ഇതിന്റെ ഇടയിലൊന്ന് എല്ലാ അശ്ശരികളുടെ ഭാഗത്ത് നോക്കിയാൽ കുറച്ച് ഇപ്പുറത്തുനിന്നും കുറച്ച് ഇപ്പുറത്തുനിന്നുമാണ്. അധികവും അശ്ശരികൾ യോജിക്കുക മുഅ്തസിലകളോടാണ്. അശ്ശരികളുടെ വാദങ്ങൾ പലതും എടുത്ത് നോക്കിയാൽ ഒന്നുകിൽ ജഹ്മികളോട് യോജിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുഅ്തസിലകളോട് യോജിച്ചിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ ഖദരികൾ ആരാണ്? മുഅ്തസിലികൾ. ജബരികൾ ആരാണ്? ജഹ്മികൾ. ഇതിന്റെ ഇടയിൽ അഹ്ലുസുന്ന അല്ല അശ്ശരികൾ വന്നു. ഇപ്പൊ എന്താ പറയേണ്ടത്? കാരണം ഇവർക്ക് അടുപ്പമുള്ള രണ്ട് വാദം. ജഹ്മികളും ഇവർക്ക് അടുപ്പാണ്, മുഅ്തസിലകൾക്ക് അടുക്കാണ്. അത് ബിദഈകൾക്ക് ബിദഈയോടല്ല അടുപ്പുണ്ടാകുക. നൂനിയത്തുൽ കഹ്താനിൽ പറഞ്ഞു ലാ യസ്ഹബുൽ ബിദഈ ഇല്ലാ മിസ്ലഹു, ബിദഈ ബിദഈയുടെ കൂടെ കൂടുള്ളൂ. അപ്പോൾ ഖദരിയത്ത് പറയണോ ജബരിയത്ത് പറയണോ? ഇവർ രണ്ടുപേരും നമ്മുടെ ചങ്ങായിമാരാന്നല്ല. ഇവർ രണ്ടിൽ ഒരാളെ ഉപേക്ഷിച്ചാൽ ഒരു ചങ്ങായിനെ ഉപേക്ഷിച്ച പോലല്ലേ? ഇത് രണ്ടിനെയും ജമ്മ ചെയ്യാം. ഖദരിയത്തിനെയും ജബരിയത്തിനെയും ജമ്മ ചെയ്യാം. ഒരുമിച്ച് കൂട്ടിയിട്ട് രണ്ടാളും ചോടിപ്പിക്കണ്ട, നമ്മളെ ചങ്ങായിമാരാന്നല്ല. രണ്ടാളെയും ഒരുമിച്ച് കൂട്ടി പറയാൻ പകുതി ജബരിയത്തും പകുതി ഖദരിയത്തും കൂടെ കൂട്ടിച്ചത് പുതിയൊരു വാദം ഉണ്ടാക്കി. കസ്ബ് വാദം. ചെയ്യുന്നത് നമ്മളാണ്, പക്ഷെ ചെയ്തത് അള്ളാഹുവാണ്. നേരിഞ്ഞ ചെയ്യുന്നത് നമ്മളാണ്, പക്ഷെ ചെയ്തത് അള്ളാഹുവാണ്. പണ്ഡിതന്മാര് പറഞ്ഞു കസ്ബ് വാദം കൊണ്ടുവന്ന അശ്ശരിക്കെന്നെ തിരിഞ്ഞിട്ടില്ല എന്താ കസ്ബ്. അശ്ശരികളാണ് കസ്ബ് എന്ന് പറഞ്ഞ വാദം കൊണ്ടുവന്നത്. ആ പറഞ്ഞവനെന്നെ തിരിഞ്ഞിട്ടില്ല ഇതെന്താണ്. പിന്നെ നമുക്കിരിയ അശ്ശരികൾ കസ്ബ് എന്താണെന്ന് സ്ഥാപിക്കാൻ കിടന്ന് മെനയുന്നുണ്ട്, ചിലർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന അശ്ശരി പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു കസ്ബ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കസ്ബ് എന്ന് പറഞ്ഞാൽ വലിയൊരു കല്ല്. ആ കല്ല് ഒരു ചെറിയ കുട്ടി എടുക്കാണ്, ഓനക്ക് എടുക്കാൻ കഴിയില്ല. അപ്പം വലിയ ശക്തിയുള്ള ഒരാൾ വന്നു, അയാൾ ആ വലിയ കല്ലെടുത്തപ്പോൾ ചെറിയ കുട്ടിയും കൂടെ താങ്ങിക്കൊടുത്തു. അപ്പൊ കുട്ടി കല്ലെടുത്തിനോ? എടുത്തിട്ടുണ്ട്. ശരിക്കും എടുത്തത് ആരാ? മറ്റേ ആളാണ്. കുട്ടി ഒറ്റക്ക് കൊണ്ടോ ഇല്ല. അപ്പോൾ ഈ പ്രവർത്തിച്ചത് വലിയ ആളല്ല, ചെറിയ ആള് നമ്മള്. അപ്പൊ നമ്മൾ ചെയ്തിനോ? ചെയ്തത് ആരാ? അള്ളാഹു. എന്താ ഇപ്പൊ ഉണ്ടായത് ഇവിടെ? പറഞ്ഞവർക്ക് തന്നെ തിരിഞ്ഞിട്ടില്ല. കസ്ബ് വാദം. കസ്ബ് വാദിച്ച് 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 അശ്ശരികൾ എവിടെ എത്തി? ജബരിയത്തിലെത്തിച്ചു. ചെയ്തത് ആരാ? അള്ളാഹു. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, എല്ലാം ചെയ്യുന്നത് അള്ളാഹു. കേരളത്തിലെ തബ്ലീഗാരായ സാധാരണക്കാരോടും സമസ്തക്കാരായ കുബൂരികളായ ആൾക്കാരോട് ചോദിച്ചോക്കെ ജബരിയത്ത് വാദം പറയും. നമ്മുടെ അയൽവാസികൾ നിങ്ങൾക്ക് സമസ്തക്കാരുടെ പരിചയം ചോദിച്ചു നോക്കിയേ, എല്ലാം ചെയ്യുന്ന അള്ളാഹു ആണെന്ന് പറയും. തബ്ലീഗാരും പറയും എല്ലാം ചെയ്യുന്ന അള്ളാഹു ആണ്. തബ്ലീഗാർ ലാ ഇലാഹ ഇല്ലല്ലാ, ജീപ്പ് സ്റ്റാർട്ട് ആവൂല ഇല്ലല്ലാ, അള്ളാഹ് സ്റ്റാർട്ട് ആക്കിയാലല്ലാതെ. ലാ ഇലാഹ കർത്തം വെക്കും തബ്ലീഗാർ ജമാഅത്തിൽ പോയാൽ. ലാ ഇലാഹ ഇല്ല, ലാ ഇലാഹ ഇബ്രാഹിം നബിയുടെ തീക്ക് ചൂടില്ല ഇല്ലല്ലാ, അള്ളാഹ് കൊടുത്താലല്ലാതെ. ലാ ഇലാഹ ഇബ്രാഹിം നബിയുടെ കത്തിക്ക് മൂർച്ചയില്ല ഇല്ലല്ലാ, അള്ളാഹ് മൂർച്ച കൊടുത്താലല്ലാതെ. നമ്മളൊന്നും ചെയ്യുന്നില്ല, എല്ലാം അള്ളാഹ് ചെയ്യുന്നത്. തബ്ലീഗുകാർ വാദിക്കാറുണ്ട്, സമസ്ത കുബൂരികൾ വാദിക്കാറുണ്ട്. ജബരിയത്ത് വാദം. അപ്പൊ ഖദരിയത്തിനെയും ജബരിയത്തിനെയും ജമ്മ ഇതൊരു കസ്ബുണ്ടാക്കി അവസാനം എവിടെ പോയി വീണു? ജബരിയത്ത് വാദത്തിൽ വീണു. അശ്ശരികൾ ജബരികളാണ്. എല്ലാം ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് പറയുന്നത്. അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും സൃഷ്ടിച്ചവരാണ് അള്ളാഹ്. അപ്പോൾ പ്രവർത്തിച്ചതാരാ? നമ്മളാണ്. ആണ് അഹ്ലുസുന്നത്തിന്റെ വാദം. അഹ്ലുസുന്ന പറയുന്നത് എന്താണ്? നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രവർത്തിച്ചവർ നമ്മളാണ്, അതിന്റെ സ്രഷ്ടാവ് അള്ളാഹുവാണ്. അള്ളാഹു ഖലഖക്കും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങൾ പ്രവർത്തിച്ചതിനെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അപ്പൊ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫായിലാരാണ്? പ്രവർത്തിച്ച ആളാരാണ്? നമ്മൾ തന്നെയാണ്.
ഇതാണ് അഹ്ലുസുന്ന ജമാഅത്തിന്റെ വാദം. പ്രവർത്തിച്ചത് നമ്മൾ തന്നെയാണ്, അതുകൊണ്ടാണ് നമുക്ക് പ്രതിഫലവും ശിക്ഷയുള്ളത്. നന്മ ചെയ്താൽ കൂലിയുണ്ട്, തിന്മ ചെയ്താൽ കുറ്റമുണ്ട്. അല്ലേ ചെയ്തെങ്കിൽ പിന്നെ കുറ്റമുണ്ടാ? അല്ലല്ലേ ചെയ്തത്? അല്ല ചെയ്ത ഒരു കാര്യത്തിൽ നമ്മൾ എന്നെ ശിക്ഷിക്കുന്നത്. ഞാൻ കട്ടെടുത്താൽ ഞാനല്ലല്ലോ കട്ടത്, അല്ലയാണ് കട്ട, പിന്നെ എന്നെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ഒരു അശ്ശരിയെ വിളിച്ചു, അവന്റെ മൊത്തിക്ക് നല്ലൊരു അടിയോട്. അപ്പൊ എന്താണ് എന്നെ അടിച്ചത്? അപ്പൊ ഞാനല്ല അടിച്ചത്, അല്ലേ അടിച്ചതെന്ന് പറഞ്ഞു ജബരിയോട്. അപ്പം ഞാൻ തിരിച്ചടിച്ചാലും ഓന്റെ വാദപ്രകാരം അല്ലല്ലേ അടിക്കുന്നത്. അപ്പോൾ അഹ്ലുസുന്ന പറഞ്ഞു, നീ എന്നെ തിരിച്ചടിച്ചാൽ ഞാൻ കേസ് കൊടുക്കും, കാരണം എന്റെ വാദപ്രകാരം നീ അടിച്ചാൽ നീ തന്നെ അടിച്ചത്, നിന്റെ വാദപ്രകാരം ഞാൻ അടിച്ചാൽ ഞാനല്ല അടിച്ചത്, അല്ലേ അടിച്ചത്. അപ്പൊ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല, അള്ളാഹ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരും, അല്ലേ അടിച്ചത്. ഇതാണ് അവരുടെ ജബരിയത്തിന്റെ പൊള്ളത്തിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഒരു ഇതങ്ങനെ അറിയോ, സബബിനെ നിഷേധിക്കുന്നവരുണ്ട്. ഇത് നമുക്ക് വിശന്നാലാണ്, ഭക്ഷണം കഴിച്ചാലാണ് വിശപ്പ് മാറുക. അശ്വൽ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ടല്ല വിശപ്പ് മാറിയത്, വെള്ളം കുടിച്ചാലാണ് ദാഹം മാറുക. അശ്വൽ പറയുന്നത് വെള്ളം കുടിച്ചുകൊണ്ടല്ല ദാഹം മാറുന്നത്. ആകാശത്തിൽ മേഘത്തിൽ വെള്ളം കെട്ടി നിന്നില്ലേ, ഭൂമി കടലിൽ നിന്നും വെള്ളം നീരാവിയായി മേലോട്ട് ഉയർന്ന് മേഘത്തിന്റെ ഉള്ളിൽ കെട്ടി നിന്ന വെള്ളത്തിൽ താഴോട്ടേക്ക് അള്ളാഹു ഇറക്കുന്നതാണ്. അങ്ങനെ മേഘത്തിൽ വെള്ളം കെട്ടി നിന്നുകൊണ്ടല്ല മഴ പെയ്യുന്നത്, മേഘം ഒരുമിച്ച് കൂടിയിട്ടല്ല മഴ പെയ്യുന്നത്. വിശപ്പ് മാറ്റിയത് അള്ളാഹുവാണ്, ഭക്ഷണം കഴിച്ചതിന് യാതൊരു ബന്ധമില്ല. ദാഹം മാറ്റിയത് അള്ളാഹുവാണ്, വെള്ളം കുടിച്ചിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ വെള്ളം കുടിച്ചപ്പോ ദാഹം മാറി. എന്താണ്? വെള്ളം കുടിക്കുക എന്ന പ്രവൃത്തിയും അള്ളാഹു ദാഹം മാറ്റുക എന്ന പ്രവൃത്തിയും ഒന്നിച്ചുണ്ടായതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കാണ് വെള്ളം കുടിച്ചപ്പോൾ ദാഹം മാറുകയാണ്. ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല വിശപ്പ് മാറിയത്, അള്ള വിശപ്പ് മാറ്റിയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്തു, രണ്ടും ഒന്നിച്ചുണ്ടായതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അഹ്ലുസുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു, ഒരു അശ്ശരി വെച്ചിട്ട് ഇവിടെ വാ, അവന്റെ മൊത്തിക്കൊരു അടി കൊടുത്തു. എന്നെ പറഞ്ഞു, ഞാൻ അടിച്ചത് കൊണ്ടല്ല നിനക്ക് വേദനിച്ചത്, നിന്റെ മുഖത്ത് വേദന ഉണ്ടാകണമെന്നല്ല തീരുമാനിച്ചപ്പോൾ എന്റെ കൈ നിന്റെ മുഖത്ത് കൊണ്ടതാണ്, എന്റെ കൈയുമായിട്ട് വേദനക്കൊരു ബന്ധമില്ല. ഇവരുടെ പൊള്ളത്തരം മനസ്സിലാക്കി കൂടി പറയാണ്. ഇങ്ങനെയുള്ള വിവരക്കേടുകളും ജഹാലാത്തുകളും നലാലാത്തുകളാണ് ഇവരുടെ മദ്ഹബ്. അതാണ് പറഞ്ഞത്, വേസ്റ്റുകളുടെ കൊട്ടയാണ് അശ്ശരിയത്ത്, വേസ്റ്റുകൾ മാത്രമുള്ള ഒരു കൊട്ട. നമ്മൾ ചർച്ച കൊണ്ട് പോകണ്ട. അപ്പൊ അശ്ശരികളുടെ ഒരു ഇത് പറയാൻ പറഞ്ഞതാണ്. അപ്പൊ അശ്ശരികൾ വാദം ഉണ്ടാക്കൽ എങ്ങനെയാണ്? അഹ്ലുസുന്ന എന്ത് പറയുന്നു, മുഅ്തസിലകൾ എന്ത് പറയുന്നു, ജഹ്മികൾ എന്ത് പറയുന്നു നോക്കി ഒരു അവിയൽ നേപത്തെ ഒരു തീരുമാനം എടുക്കലാണ്. അധികവും ഒന്നുകിൽ ജഹ്മിയത്തോ അല്ലെങ്കിൽ മുഅ്തസിലത്തോ ആയിരിക്കും അശ്ശരികളുടെ നിലപാടുണ്ടാകുക. അതേപോലെ തന്നെ അശ്ശരികൾ പയച്ചുപോയ മറ്റൊരിതാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ. അള്ളാഹുവിന്റെ സിഫാത്തുകൾ വ്യാഖ്യാനിക്കുന്ന വിഷയത്തിൽ പയച്ചുപോയി. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്നത് അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന് സിഫാത്തുകൾ വിശേഷണങ്ങളുണ്ട്, അത് അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്, അതെങ്ങനെയും നമുക്കറിയില്ല. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ സിഫാത്തിലുള്ള നമ്മുടെ നിലപാട് എന്താണ്? അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്. കൈ എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണ്, അവയവമല്ല. അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും, അള്ളാഹു യോജിച്ച രീതിയിൽ ഇറങ്ങും, എങ്ങനെയെന്ന് നമുക്കറിയില്ല. അള്ളാഹു അർശിന്റെ മുകളിലാണ്, അള്ളാഹുവിന് യോജിച്ച രീതിയിൽ ഉലുവ്, മുകളിൽ എന്ന വിശേഷണം അള്ളാഹുവിനുണ്ട്, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകമാണ് അള്ളാഹുവിന്റെ എല്ലാ സിഫാത്തും നമ്മൾ പറയലും. ഇൻഷാ അല്ലാഹ് സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയം വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, സെപ്പറേറ്റ് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇമാം മാലിക്കിനോട് ഒരാൾ ചോദിച്ചു, അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവാ എന്നല്ലേ, എന്താണ് ഇസ്തിവാ, അതായത് എങ്ങനെയാണ് ഇസ്തിവാ എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂമ്, ഇസ്തിവാ അറിയപ്പെട്ട കാര്യമാണ്, വൽ കൈഫിയത്തു മജ്ഹൂല, അതെങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല, വൽ ഈമാനു ബിഹി വാജിബ്, അതിനെ വിശ്വസിക്കൽ നിർബന്ധമാണ്, വസ്സുആലു അൻഹു ബിദ്അ, അത് എങ്ങനെയെന്ന് ചോദിക്കൽ ബിദ്അത്താണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് അത് എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, അത് ബിദ്അത്താണ്. ഇതാണ് സിഫത്തുകൾ വിഷയത്തിലുള്ള നമ്മുടെ നിലപാട്. ഇങ്ങനെയുള്ള ഏതാനും മസ്തലകൾ, അശ്ശരികൾ അഹ്ലുസുന്നക്കെതിരായ ഏതാനും മസ്തലകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഉസൂലിയായ 15-20 മസ്തലകളുണ്ട് അഹ്ലുസുന്നക്കെതിരാകുന്നത്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ നമ്മൾ പറഞ്ഞു അശ്ശരികൾ അഹ്ലുസുന്നക്കെതിരാണ്. അപ്പോൾ പലരും ചോദിക്കും, അഹ്ലുസുന്നക്കെതിരാണ് എന്ന് നിങ്ങൾ ആര് പറഞ്ഞു? ഇതൊക്കെ സലഫുകളുടെ വാദമാണ്, ഉലമാക്കളുടെ വാദമാണ്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന്. അശ്ശരികൾ അഹ്ലുസുന്നക്കെതിരാണ്, അഹ്ലുസുന്നയുടെ വീക്ഷണങ്ങൾക്ക് നേരെ വിപരീതമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും മസ്തലകൾ പറഞ്ഞത്. ഇനി ഞാൻ ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ പറയാം.
അപ്പൊ നമുക്ക് ഈ വിഷയത്തിലൊക്കെ അശ്അരികൾ അഹ്ലുസുന്നക്കെതിരാണ് എന്ന് ബോധ്യപ്പെടും. ഏതാനും ചില മസലകൾ, നമുക്ക് പരിചയമുള്ള മസലകൾ ഞാൻ പറഞ്ഞതാണ്. ഒന്നാമത്തേത്, അശ്അരികൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ടീമിനെ എതിർക്കുന്നുണ്ട്, എതിരാളിയായിട്ട് ഒരു ടീമിനെ എതിർക്കുന്നുണ്ട്. ആ ടീമിനെ അശ്അരികൾ വിളിക്കുന്ന പേര് ഹശ്വികൾ എന്നാണ്. ഹശ്വികൾ എന്ന് പറഞ്ഞാൽ തരം താഴ്ന്നവർ, ഫഹമില്ലാത്തവർ, കാര്യം തിരിയാത്തവർ എന്ന ഉദ്ദേശത്തിലാണ് ഹശ്വികൾ എന്ന് പറയുക. അപ്പോൾ അശ്അരികളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ഈ വിഷയത്തിൽ ഹശ്വികൾ ഇങ്ങനെയാ പറയുന്നത്, ഹശ്വികളുടെ ദലാലത്ത്, ഹശ്വികൾ പറഞ്ഞത് ശരിയല്ല എന്നൊക്കെ കാണാം. ഈ ഹശ്വികൾ എന്ന അശ്അരികൾ പറയുന്ന ആ ടീം ആരാണ് എന്ന് പരിശോധിച്ച് നോക്കണമെങ്കിൽ ഹശ്വികൾ എന്ന് പറയുന്നവരുടെ വാദം എന്താണെന്ന് അറിയണമല്ലോ. അത് അശ്അരികൾ തന്നെ പറയും, ഇന്ന വാദമാണ് ഹശ്വികൾക്ക്. ആ വാദം ആരതാണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അത് സഹാബാക്കളുടെ വാദം, നഅൂദുബില്ലാ, അത് അയിമ്മത്തുകളുടെ വാദം, താബീങ്ങളുടെ വാദം. അപ്പൊ സഹാബാക്കള്, താബീങ്ങള് പോലുള്ള അയിമ്മത്തുകൾ ഏതൊരു നിലപാടിലാണോ ആ നിലപാടുകളെയാണ്, ആ നിലപാട് ഉൾക്കൊണ്ടവരെയാണ് അശ്അരികൾ എന്ത് വിളിക്കുന്നത്? ഹശ്വികൾ എന്ന് വിളിക്കുന്നത്. അതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു അശ്അരികൾ ആർക്കെതിരാണ്? സലഫുകൾക്കെതിരാണ്. സലഫുകളുടെ അഖീദയിലല്ല അശ്അരികൾ. ഇത് കുറെ മസലകൾ പറഞ്ഞല്ലോ, ഞാൻ ആമുഖമായിട്ട് ആ മസല പറഞ്ഞത് നിങ്ങൾക്ക് ഈ വാചകങ്ങൾ തിരിയാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് തിരിയും. അപ്പം അശ്അരികൾ തുടക്കം മുതലേ അഹ്ലുസുന്നക്കെതിരാണ്. ഇബ്നു കുല്ലാബ് നമ്മൾ പറഞ്ഞിരുന്നു, അബു മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു കുല്ലാബ് എന്ന് പറഞ്ഞ കുല്ലാബികളിലേക്ക് ചേർത്തപ്പെടുന്നവരാണ് അശ്അരികൾ. തുടക്കക്കാർ അവരാണ്. അബുൽ അബ്ബാസ് അൽ കലാനിസി പോലുള്ള അശ്അരി പണ്ഡിതന്മാരുടെ തുടക്കക്കാരായ ആൾക്കാർ, വൽ ഹാരിസ് ബിൻ അസ്അദ് അൽ മുഹാസിബി പോലുള്ള തുടക്കക്കാരായ അശ്അരികൾ, കുല്ലാബികളാണ് അവർ. അവരിലേക്ക് അവരുടെ മൻഹജിലൂടെയാണ് ആര് പോയത്? അബുൽ ഹസൻ അൽ അശ്അരി പോയത്, മുഅ്തസിലത്ത് വിട്ടിട്ട്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അബുൽ ഹസൻ അൽ അശ്അരി മുഅ്തസിലത്ത് വിട്ടിട്ട് കുല്ലാബിയത്തിലേക്ക് പോയി. അന്ന് കുല്ലാബിയത്തിൽ ഉണ്ടായിരുന്ന അറിയപ്പെട്ട 3 പണ്ഡിതന്മാർ, ഒന്ന് അബു മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു കുല്ലാബ്, 2 അബുൽ അബ്ബാസ് അൽ കലാനിസി, 3 അൽ ഹാരിസ് ഇബ്നു അസ്അദ് അൽ മുഹാസിബി. ഈ 3 പണ്ഡിതന്മാരുടെ റൂട്ടിലൂടെയാണ്. ഈ 3 പണ്ഡിതന്മാരും അഖീദ സ്ഥാപിച്ചത് വചനശാസ്ത്രത്തിലൂടെയാണ്, ഇൽമുൽ കലാമിലൂടെയാണ്. അതേ റൂട്ടാണ് അബുൽ ഹസൻ അൽ അശ്അരി എന്ന് അശ്അരി പണ്ഡിതനായ, അശ്അരിയത്തിനെ സ്ഥാപിച്ച ഷഹ്റസ്താനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് സ്ഥാപിക്കുന്നുണ്ട്, അശ്അരി റൂട്ടിലാണ് എന്ന്. അശ്അരിയെ സംബന്ധിച്ചിട്ട് വിശദമായിട്ട് ഷഹ്റസ്താനി അദ്ദേഹത്തിന്റെ കിതാബിൽ സമർത്ഥിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അശ്അരികൾ അഹ്ലുസുന്നയെ സംബന്ധിച്ച് പറയുന്ന ചില പ്രയോഗങ്ങൾ, ഒന്ന് ഹശ്വികൾ എന്ന വിളി. അശ്അരികളുടെ ഇമാമുമാരിൽ ഒരാളാണ് ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അവരുടെ തലോട്ടപ്പന്മാർ, ഇമാമുമാർ. അവർ പറയാണ്, റഹബത്ത് അൽ അശ്വിയത്തു, അശ്വികൾ പോയി അഭിപ്രായപ്പെട്ടു, അൽ മുൻതമൂന ഇലല്ലാഹിരി ഇല അന്ന കലാം അല്ലാഹി ഖദീം, അള്ളാഹുവിന്റെ സംസാരം ഖദീമാണ്, അള്ളാഹിന്റെ സംസാരം അള്ളാഹ് ഉള്ളപ്പോഴേ ഉള്ള സംസാരമാണ്. സുമ്മ സഅമു അന്നഹു ഹുറൂഫുൻ വഅസ്വാത്, പിന്നെ അവർ വാദിച്ചു അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫും സൗത്തും ഉണ്ട്. ആരെക്കുറിച്ച് പറയുന്നത്? ഹശ്വികളെ കുറിച്ച് പറയാണ്. ജുവൈനി എന്ന അശ്അരി ഹശ്വികളെ എതിർക്കാണ്. ആരാണ് അശ്വികൾ? അള്ളാഹുവിന്റെ കലാമ് ഖദീമാണ്, അള്ളാഹ് ഉള്ളപ്പോഴേ ഉണ്ട് എന്നും അള്ളാഹുവിന്റെ കലാമിന് ഹർഫും സൗത്തും ഉണ്ട് എന്ന് വാദിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമ് ഖദീമാണെന്നും, അതായത് അന്ന് മുമ്പേ ഉണ്ടെന്നും അള്ളാഹുവിന്റെ കലാമിന് ഹർഫും സൗത്തും ഉണ്ടെന്നും വാദിച്ചവരാരാ? ഖുർആനും ഹദീസും സഹാബാക്കളുമാണ്. അപ്പോൾ ഹശ്വികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ആരെയാണ്? അഹ്ലുസുന്നയെയാണ്. അപ്പോൾ അശ്അരികൾ ആരല്ല? അഹ്ലുസുന്നയല്ല, അഹ്ലുസുന്നയിൽ പെട്ടവരല്ല, അഹ്ലുസുന്നത്തിൽ നിന്നും വിരുദ്ധമായ അഖീദയുള്ളവരാണ്. അതായത് അശ്അരികൾ അഹ്ലുസുന്നയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വാചികമല്ല, ആശയപരമാണ്. ഒന്ന് സ്ഥാപിച്ചാൽ മറ്റേത് ബാത്തിലാണ്. അഹ്ലുസുന്നയാണ് ശരിയെങ്കിൽ അശ്അരിയത്ത് ബാത്തിലാണ്, അശ്അരിയത്താ ശരിയെങ്കിൽ അഹ്ലുസുന്ന ബാത്തിലാണ്. ഒരിക്കലും രണ്ടൊന്നിച്ചുകൂടൂല. അങ്ങനെയുള്ള 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ് അശ്അരികളും അഹ്ലുസുന്നയും. ഒരിക്കലും അശ്അരികൾ അഹ്ലുസുന്നയല്ല എന്നതിന്റെ തെളിവാണ്. അശ്അരികൾ ഹശ്വികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവരുടെ അഖീദ ആരുടെ അഖീദയാണ്? അഹ്ലുസുന്ന അഖീദയാണ്. നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫും സൗത്തും ഉണ്ട് എന്ന് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. സഹാബാക്കളുടെയും താബികളുടെയും അഖീദയാണ്.
ആ അഖീദയാരാണ്? അശ്അരിയായ ജുവൈനി എതിർക്കാണ്. എന്താ പറയുന്നത്? ഹശ്വികൾ പറയുന്നു അള്ളാന്റെ കലാമ് ഖദീമാണ്, അതിന് ഹർഫും സൗത്തും ഉണ്ട് എന്ന്. എന്ന് മാത്രമല്ല, ഈ ഹശ്വികൾ പറയുന്നു അള്ളാഹുവിന്റെ ഓതുന്ന നമ്മുടെ കൈമുള്ള മുസ്ഹഫ് ഉണ്ടല്ലോ, ഈ കേൾക്കപ്പെടുന്ന മുസ്ഹഫും അള്ളാന്റെ സംസാരമാണ് എന്ന് ഹശ്വികൾ വാദിക്കുന്നു എന്ന്. അശ്വികൾക്ക് രണ്ടാന്ന് പറഞ്ഞില്ലേ? മുസ്ഹഫ് എന്താണ്? അശ്വികൾക്ക് മഖ്ലൂക്കാണ്, സൃഷ്ടിയാണ്. അപ്പോൾ ഈ ഓതപ്പെടുന്നത് അള്ളാന്റെ കലാമാണെന്നുള്ള ആരെ വാദാണ്? സഹാബാക്കടക്കമുള്ള സലഫുകളുടെ വാദാണ്. അപ്പോൾ അശ്അരികൾ ഹശ്വികൾ എന്ന് വിളിച്ചെതിർക്കുന്നത് അഹ്ലുസുന്നയെയാണ്, സലഫുകളെയാണ്. അപ്പോൾ അശ്അരികൾ ആരല്ല? സലഫുകളിൽപ്പെട്ട അഹ്ലുസുന്നയല്ല, തീർത്തും വിധേയികളാണ്, ലാലുകളാണ്. അതേപോലെ തന്നെ ജുവൈനി പറയുന്ന വേറൊരു വാചകം, റഹബത്ത് അൽ കറാമിയത്തു. കറാമികൾ നേരത്തെ പറഞ്ഞില്ലേ? കറാമികൾ നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം മതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കറാമികളും വബഅദുൽ ഹശ്വിയ, ചില ഹശ്വികളും അഭിപ്രായപ്പെട്ടു ഇല അന്നൽ ബാരി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല മുതഹയ്യിസുൻ മുഖ്തസുൻ ബിജിഹത്തി ഫൗഖിൻ, അള്ളാഹുവിന് ഫൗക്ക് എന്ന ജിഹത്തുണ്ട്, അള്ളാഹു മുകളിലാണ്, അർശിന്റെ മുകളിലാണ് എന്ന് ഹശ്വികൾ വാദിക്കുന്നു എന്ന്. അള്ളാഹു ഫൗക്കൽ അർശാണെന്ന് ആരവാദ? ഒന്ന് അള്ളാന്റെ വാദാണ്, അർറഹ്മാൻ അലൽ അർശി ഇസ്തവ. രണ്ട് റസൂലുള്ളാന്റെ വാദാണ്. പക്ഷെ നമ്മൾ സമർത്ഥിക്കും, പറയാൻ വെക്കത്. ഇപ്പൊ നമ്മൾ അശ്വികളുടെ പേരുകൾ മൊത്തത്തിൽ പറയാണ്, അവർ ലാലുകളാണ് എന്ന് കേൾക്കുന്നവർക്ക് തിരിയണ്ടേ. മൂന്നാമത്തത് സഹാബാക്കളുടെയും താബികളുടെയും വാക്കാണ്, അള്ളാഹു ഫൗക്കിലാണ് എന്ന്. ജുവൈനി എതിർക്കുന്നത് ഹശ്വികളെ. ഹശ്വികൾ എന്ന് പറയുന്നവർ അള്ളാഹു ഫൗക്ക് എന്ന ജിഹത്തുണ്ടെന്ന് വാദിക്കുന്നവരാണ് എന്ന്. അപ്പൊ ആരെയാ എതിർക്കുന്നത്? സഹാബാക്കളടക്കമുള്ള സലഫുകളെയാണ് ഈ ഹശ്വികൾ എന്ന് പറഞ്ഞിട്ട് അശ്അരികൾ എതിർക്കുന്നത്. അപ്പോൾ അശ്അരികൾ സലഫുകൾക്കെതിരാണ്. അതേപോലെ തന്നെ ഗസാലി അശ്അരി പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നൊരു പാട് അമ്മൽ ഹശ്വിയത്തു, അതായത് അശ്അരി ഗ്രന്ഥങ്ങൾ നിറച്ചും കാണാൻ ഹശ്വികൾ. ഈ ഹശ്വികൾ ആരാണ്? അഹ്ലുസുന്നയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹശ്വികള് ഫഇന്നഹും ലം യതമക്കനു മിൻ ഫഹ്മി മൗജൂദിൻ ഇല്ലാ ഫീ ജിഹത്തിൻ, അല്ലാഹുവിന് ഫൗക്ക് എന്ന ജിഹത്ത് ഉണ്ടെന്ന് വാദിക്കുന്നവരാണ്. ഫഅസ്ബതു അൽ ജിഹത ഹത്ത അൽസമതുഹും ബിൽളറൂറത്തിൽ ജിസ്മിയ്യ, അവർക്ക് അള്ളാഹുവിന് ജിസ്മുണ്ടെന്ന് വാദിക്കാൻ നിർബന്ധിപ്പിച്ചു. അള്ളാഹു ഫൗക്കിലാണ് എന്ന് പറയലോടുകൂടി അള്ളാഹുവിന് ജിഹത്തുണ്ട് എന്ന് വാദിക്കുന്നവരാണ് ഹശ്വികൾ. ഏത് ജിഹത്ത്? ഫൗക്ക് എന്ന ജിഹത്ത് അള്ളാഹ്ക്കുണ്ട്. സൃഷ്ടികളുടെ 6 ജിഹത്ത് അള്ളാഹ്ക്കില്ല. അതൊരിക്കലും ആര് പറയുന്നില്ല? അഹ്ലുസുന്ന പറയുന്നില്ല. 6 ജിഹത്തല്ലേ നമുക്കുള്ളത്? 6 ഭാഗം, മുമ്പ്, ബാക്ക്, മേലെ, താഴെ, വലത്, ഇടത്. ഈ 6 ഇതിൽ അൽ ജിഹാത്തു സിത്ത് എന്ന് പറയാ. 6 ഭാഗങ്ങൾ ഇതാർക്കില്ല? അള്ളാഹുവിനില്ല. അള്ളാഹുവിന് അള്ള പറഞ്ഞ ജിഹത്ത് ഒന്ന് മാത്രമാണ്. ഏതാണത്? ഫൗക്ക് എന്ന ജിഹത്താണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ള എന്ത് പറഞ്ഞോ അതേ നമ്മൾ പറയുള്ളൂ. അള്ളാഹുവിന് അള്ളാന്റെ റസൂൽ ഉണ്ട് എന്ന് പറഞ്ഞതിന് നമ്മൾ ഉണ്ടെന്ന് പറയും, ഇല്ല എന്ന് പറഞ്ഞതിനെ ഇല്ല എന്ന് പറയും. ഉണ്ട് എന്ന് പറയാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയില്ല. അള്ള പറഞ്ഞതുപോലെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ പറയൂ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ പറയൂ. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് അള്ളാഹു എന്ത് പറഞ്ഞു? അള്ളാഹു ഫൗക്കൽ അർശാണ്, അർശിന്റെ മുകളിലാണ്. അള്ളാഹു അലിയാണ്, വഹുവൽ അലിയുൽ കബീർ, അലിയാണ്, ഉലൂവിലുള്ള ആളാണ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഹ്ലുസുന്ന സ്ഥാപിക്കും അള്ളാഹുവിന് എന്തുണ്ട്? ഉലൂവ് എന്ന ജിഹത്തുണ്ട്. ആ ജിഹത്ത് സൃഷ്ടികളെ പോലത്തെ ജിഹത്തല്ല, നമ്മുടെ മേലെയല്ല, അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്. എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹു അലിയാണ് എന്നും അള്ളാഹു ഫൗക്കൽ അർശാണ് എന്നും ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇമാം ഔസായി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നമ്മളും താബീങ്ങളും ഒന്നടങ്കം പറയാറുണ്ട് അള്ളാഹു അർശിന്റെ മുകളിലാണ്. അപ്പൊ മുകളിൽ എന്ന അള്ളാഹുവിന് യോജിച്ച രീതിയിലുള്ള ജിഹത്ത് അള്ളാഹ്ക്കുണ്ട്. ആ ജിഹത്തിനെ സ്ഥാപിക്കുന്നവരാണ് ഹശ്വികൾ എന്ന്. ഹശ്വികളെ എതിർക്കാണ് ആര്? ഗസാലി. അപ്പൊ ഗസാലി എതിർക്കുന്ന ആരെയാണ്? അഹ്ലുസുന്നയെയാണ്, സലഫ് സഹാബാക്കടക്കമുള്ള സലഫുകളെയാണ്. അപ്പോൾ അശ്അരികൾ ആർക്കെതിരാണ്? സലഫുകൾക്കെതിരാണ്. അതുപോലെ തന്നെ ആമുദി എന്ന് പറയുന്ന പണ്ഡിതൻ അശ്അരികളുടെ വലിയ നേതാവാണ്, ഉസൂലിയാണ് അദ്ദേഹം, അശ്അരിയാണ്. അദ്ദേഹം പറയാണ് വബിഹാദ, അദ്ദേഹം ഒരു വാക്ക് സമർത്ഥിച്ചിട്ട് പറയാണ്, ഇതിലൂടെ സബത ബോധ്യപ്പെട്ടു ഫസാദ് കൗലിൽ ഹശ്വിയ, ഹശ്വികൾ പറഞ്ഞ വാചകം ഫസാദാണ്, ഫാസിദാണ് എന്ന് ബോധ്യപ്പെട്ടു. എന്ത്?
ഇന്നൽ ഈമാന ഹുവ അത്തസ്ദീഖു ബിൽ ജനാൻ വൽ ഇഖ്റാറു ബിൽ ലിസാൻ വൽ അമലു ബിൽ അർക്കാൻ. ഹശ്മികൾ പറയുന്നു ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അംഗീകരിക്കലും നാവ് കൊണ്ട് പ്രഖ്യാപിക്കലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ് എന്ന്. ആ വാദം ഫാസിദാണ് എന്ന് ബോധ്യപ്പെട്ടു എന്ന്. ഈമാൻ ഇത് മൂന്നുമാണ് എന്ന് ആരാ പറഞ്ഞത്? ഇമാം ഷാഫി പറയുന്നു സഹാബാക്കടക്കമുള്ള സലഫുകൾ ഇജ്മാ ആണ് ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖും ബിൽ ജനാനാണ്, ഖൗലും ബിൽ ലിസാനാണ്, അമലും ബിൽ അർക്കാനാണ്. ആമുദി പറയുന്നു അത് ഹശ്വികളുടെ വാദമാണ്, അത് ഫാസിദാണ് എന്ന്. അപ്പോൾ ആമുദി പറയുന്ന ഹശ്വികൾ ആരാണ്? സഹാബാക്കടക്കമുള്ള സലഫാണ്. അപ്പോൾ അശ്അരികൾ ആർക്കെതിരാണ്? സലഫുകൾക്കെതിരാണ്. അശ്അരികൾ അഹ്ലുസുന്നയല്ല. അശ്അരികൾ എതിർക്കുന്ന ഒരു രീതിയാണിത്. അഹ്ലുസുന്നയെ ഹശ്വികൾ എന്ന് അഭിസംബോധന ചെയ്തിട്ട് എതിർക്കുന്നു. ആ എതിർക്കുന്നതിലൂടെ ആരെയാണ് എതിർക്കുന്നത്? സഹാബാക്കടക്കമുള്ള സലഫുകളെ. അതിനാണ് നേരത്തെ കുറെ അഖീദ പറഞ്ഞത്, അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തിരിയുന്നില്ലേ അശ്അരികൾ ആരെ എതിർക്കുന്നത്? അഹ്ലുസുന്നയെ, സഹാബാക്കളെ. അപ്പൊ എങ്ങനെയാണ് അശ്അരികൾ അഹ്ലുസുന്ന എന്ന് പറയാ? സലഫുകളുടെ അഖീദയിലാണ് അശ്അരികൾ എന്ന് പറയാ? ഇത് അശ്അരികൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. റാജി പറയുന്നു, അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം ചിന്തിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയാണ് വഹിയ തദുല്ലു അലാ ഫസാദി ഖൗലിൽ ഹശ്വിയ്യ. ഇതിലൂടെ ഹശ്വികളുടെ വാക്ക് ഫാസിദാണ് എന്ന് ബോധ്യപ്പെടുന്നു. എന്ത്? അല്ലദീന യഖൂലൂൻ, അവര് പറയുന്നു നസ്തഫീദു മഅരിഫത്തല്ലാഹി വദ്ദീനി മിനൽ കിതാബി വസ്സുന്ന. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു മസലയാണത്. അശ്അരികൾ അഹ്ലുസുന്നക്ക് എതിരാകുന്നത്. അശ്അരികളുടെ പ്രമാണം അഖ്ലാണ്, അടിസ്ഥാനപരമായും ബുദ്ധിയാണ്. അഹ്ലുസുന്നയുടെ പ്രമാണം ഖുർആനും ഹദീസുമാണ്. ഖുർആനും ഹദീസിനും എതിരായ ബുദ്ധിയെ സ്വീകരിക്കൂല. ബുദ്ധി ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അശ്അരികൾ പറയും ഖുർആനും സുന്നത്ത്, ബുദ്ധിക്കെതിരായ ഖുർആനും സുന്നത്തും സ്വീകരിക്കൂല. ബുദ്ധിക്കെതിരായാൽ അതിനെന്തെങ്കിലും ദുർവ്യാഖ്യാനിക്കണം, അവരുടെ ഭാഷപ്രകാരം വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ തള്ളണം. ഇതാണ് അശ്അരികളുടേത്. അഖിലാണ്. അഖിലിനെ സ്വീകരിക്കാതെ ഖുർആനെയും സുന്നത്തിനെയും മാത്രം ഒരാൾ എടുത്താൽ കാഫിറാണെന്ന് വരെ അശ്അരി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ സുന്നത്ത് മാത്രമാണ് നമ്മളെ പ്രമാണം എന്ന് പറഞ്ഞവൻ കാഫിറാണ് എന്ന് വരെ അശ്അരി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റാജി പറഞ്ഞത് ലലാലത്താണ്, ബുദ്ധിക്കെതിരായ ഹദീസ് എടുക്കാൻ പാടില്ല എന്ന് ശക്തമായി വാദിക്കുകയും എഴുതുകയും ചെയ്തവരാണ് അശ്അരികൾ. എന്നിട്ട് അത് വാദിച്ചിട്ട് അഖിലിനെ, ബുദ്ധിയെ മുന്തിക്കണം എന്ന് വാദിച്ചിട്ട് സമർത്ഥിച്ചിട്ട് റാജി പറയാണ്, ഫഖ്റുദ്ദീൻ റാജി ഉണ്ടല്ലോ, തഫ്സീർ റാജി ഇയാള്, ഫഖ്റുദ്ദീൻ റാജി പറയാണ് ഇതിലൂടെ അശ്വികളുടെ വാക്ക് ബോധ്യപ്പെട്ടു. എന്ത്? നമ്മൾ ഖുർആനും സുന്നത്തും മാത്രമേ എടുക്കുള്ളൂ, തീ മനസ്സിലാകുന്നത് ഖുർആനുടെയും സുന്നത്തിലൂടെയും മാത്രമാണ് എന്ന ഹശ്വികളുടെ വാദം ഫാസിദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും മാത്രമാണ് നമുക്ക് തീ മനസ്സിലാകുന്നത് എന്ന ഹശ്വികളുടെ വാദം ഫാസിദാണ് റാജി പറയാണ്. അപ്പൊ റാജിന്റെ വാദപ്രകാരം എന്താണ്? ഖുർആനും സുന്നത്ത് എന്തിലൂടെ മനസ്സിലാക്കേണ്ടത്? ബുദ്ധിയിലൂടെ. ബുദ്ധിക്കെതിരായാൽ തള്ളണം. ഗസാലി പറഞ്ഞിട്ടുണ്ട്, റാജി പറഞ്ഞിട്ടുണ്ട്, പല അശ്അരി പ്രമുഖരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയാണ് മുന്തിക്കേണ്ടത്. ഖുർആനും നഖ്ലും അഖ്ലും എതിരായാൽ, പ്രമാണവും ബുദ്ധിയും എതിരായാൽ ബുദ്ധിയെ മുന്തിക്കണം. ഇത് അശ്അരിയുടെ വാദമാണ്. അഹ്ലുസുന്ന പറയുന്നു പ്രമാണത്തെയാണ് മുന്തിക്കേണ്ടത്. പ്രമാണം മനസ്സിലാക്കാനുള്ള ആയുധം മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ് ബുദ്ധി. അപ്പോൾ ഹശ്വികൾ എന്ന് പറഞ്ഞിട്ട് എതിർക്കുന്നത് ആരെയാണ്? ഖുർആനും സുന്നത്തും മാത്രമാണ് നമ്മളെ പ്രമാണം എന്ന് പറഞ്ഞ സഹാബാക്കളെ എതിർക്കുന്നത്. അപ്പൊ അശ്അരികൾ എന്തല്ല? ഒരിക്കലും സലഫുകളുടെ അഖീദയിലല്ല എന്ന് മാത്രമല്ല അഹ്ലുസുന്നയിൽപ്പെട്ടവരുമല്ല, അഹ്ലുസുന്നയുടെ അഖീദക്ക് എതിരാണ്. അതേപോലെ തന്നെ സുബ്കി, നിങ്ങൾക്ക് അറിയുന്ന ആളാണ് സുബ്കി, അശ്അരി വലിയ നേതാവാണ്. അയാൾ പറയാണ്, അദ്ദേഹം അശ്അരികൾ ഹശ്വികൾ ആരാണ് എന്ന് വിശദീകരിച്ച് പറയാണ്. ഹും തായിഫത്തുൻ, ഹശ്വികൾ എന്ന് പറഞ്ഞാൽ ഒരു ടീമാണ്. ലല്ലു അനിസബീൽ, നേരായ മാർഗത്തിൽ നിന്നും പയച്ചുപോയവരാണ് ഹശ്വികൾ. വ അമിയത്ത് അബ്സാറുഹും, അവരുടെ കണ്ണിന് അന്ധത ബാധിച്ചു പോയിട്ടുണ്ട്. യുജ്റൂന ആയാത്തി സിഫാത്തി അലാ ലാഹിരിഹ, അവർ അള്ളാന്റെ സിഫത്തുകളെ അതിന്റെ ലാഹിറായ അർത്ഥത്തിൽ വെക്കും. ആരാണ് ലാഹിറായ അർത്ഥത്തിൽ വെച്ചത്? സഹാബാക്കൾ. അള്ളാഹു കൈയുണ്ടെന്ന് പറഞ്ഞാൽ കൈയുണ്ട്, അള്ളാഹ് യോജിച്ച രീതിയിലുണ്ട്, എങ്ങനെ നമുക്കറിയില്ല. നമ്മൾ ഇമാം മാലിക്കിനെ കൊല്ലു പറഞ്ഞില്ലേ, അള്ളാഹു അർശിന്റെ മുകളിലാണ്, അത് അറിയപ്പെട്ട കാര്യമാണ്. അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല, വിശ്വസിക്കൽ നിർബന്ധമാണ്. എങ്ങനെയെന്ന് ചോദിക്കല് ബിദ്അത്താണ്. ഇമാം മാലിക് പറഞ്ഞു. ഇമാം സുബ്കി, ഇമാമല്ല അദ്ദേഹം, സുബ്കി, അദ്ദേഹം ഹശ്വികൾ ആരാണെന്ന് പറയാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഖുർആനിലും ഹദീസിലും എങ്ങനെ വന്നോ അങ്ങനെ തന്നെ അർത്ഥം വെക്കുന്നവരാണ്, അതായത് സലഫികളാണ്.
സലഫുകളുടെ അഖീദയാണ് ആര് എതിർക്കുന്നത്? സുബുക്കി എതിർക്കുന്നത്. അശരീഅത്ത് എന്താണ്? അള്ളാഹുവിന്റെ സിഫാത്തുകൾ. അള്ള ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്താണ് ഇറങ്ങുന്നത്, അള്ളാന്റെ കൽപ്പയാണ് ഇറങ്ങുന്നത്, മലക്കാണ് ഇറങ്ങുന്നത്. അള്ള വരും എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൽപ്പനയാണ് വരുന്നത്, അള്ളയല്ല. അള്ളാന്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കുദ്റത്താണ്, കൈയില്ല അള്ളാഹ്ക്ക്. കണ്ണ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ, അങ്ങനെ അള്ളാഹുവിന്റെ സിഫാത്തുകളെയൊക്കെ ദുർവ്യാഖ്യാനിച്ച് ഒരു അള്ളാഹു അള്ളാന്റെ റസൂൽ അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞതിനെ അവർ സ്ഥിരപ്പെടുത്തുന്നില്ല. ഇതൊക്കെ തഅ്വീൽ ചെയ്യും അവർ. എന്നാൽ അള്ളാഹു അള്ളാന്റെ റസൂൽ അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞോ അതിന്റെ ഭാഷാർത്ഥം എന്താണോ അത് നമ്മൾ പറയും എന്ന് പറഞ്ഞവരെയാണ് സുബിക്ക് പറയുന്നത്. അവരാണ് ഹശ്വികൾ, അതായത് സലഫുകൾ, സഹാബാക്കൾ. അള്ളാഹുവിന്റെ സിഫാത്തുകളെ അള്ളയും അള്ളാഹു റസൂലും എങ്ങനെ പറഞ്ഞോ അങ്ങനെ പറയും. ഇജ്റാഉഹ അലാ ലാഹിയ അമിറുഹ കമാ ജാഅത് ഇംറാറുഹ കമാ ജാഅത് ബിലാ കൈഫ്. എങ്ങനെയും നമുക്കറിയില്ല. അള്ളാഹുവിന് യദുണ്ടെന്ന് അള്ളാഹ് പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു, എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹുവിന് മുഖമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു, എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹു ഒന്നാം ആകാശത്തിൽ ഇറങ്ങുമെന്ന് റസൂൽ പറഞ്ഞു, ഇറങ്ങും, എങ്ങനെ നമുക്കറിയില്ല. അള്ളാഹു മഹ്ശറയിൽ ഭൂമികളുടെ അടുക്കിലേക്ക് വരും എന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാന്റെ റസൂൽ പറഞ്ഞു, എങ്ങനെ നമുക്കറിയില്ല, വരും. എന്നാൽ അശ്ശരികൾ പറയും അള്ളയല്ല വരുത്ത്, അള്ളാന്റെ കൽപ്പനയെ വരുത്ത്, മലക്ക വരുത്ത്, അള്ളയല്ല ഇറങ്ങൽ, അള്ളാന്റെ റഹ്മത്താ ഇറങ്ങല്, അള്ളാഹ്ക്ക് കൈയില്ലാതെ അള്ളാന്റെ കഴിവാണ്, ഇതൊക്കെ ദുർവ്യാഖ്യാനിക്കും. എന്നാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ പറഞ്ഞവരെ കുറിച്ചിട്ടാണ് സുബിക്ക് പറയാണ് അവർ ഹശ്വികളാണ്. ഒരിക്കലും അഖീദയിൽ ഇമാം സുബിക്ക് നമുക്ക് ഇമാമല്ല, അശ്ശരികളാണ്. അശ്ശരികളുടെ ഇമാം ആരും തന്നെ അഹ്ലുസുന്നയുടെ ഇമാമമാരെ. അതേപോലെ ഈ സുബ്കി, റാസി, ഗസാലി, ആമുദി പോലുള്ള, ജുവൈനി പോലുള്ള അശ്ശരി ഇമാമുമാർ ഹശ്വികൾ എന്ന് പറഞ്ഞ് വിമർശിച്ച മസ്അലകൾ ഓരോന്നും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ മസ്അല ആര് പറഞ്ഞതാണ്? മാലിക്, ഇമാം ഷാഫി, ഇമാം അഹ്മദ് ഹംബൽ, സുഫ്യാൻ സൗരി, സുഫ്യാൻ ഇബ്നു ഉയൈന, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, ഇമാം ഔസായി, സുഹരി പോലെ അങ്ങോട്ടേക്ക് സഹാബാക്കൾ പോലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാന്മാരായ അയിമ്മത്തുകൾ പറഞ്ഞ വാദങ്ങളെയാണ് ഈ പറയപ്പെട്ട അശ്ശരി ഇമാമുമാർ, അശ്ശരികളുടെ ഇമാമുമാർ ഹശ്വികൾ എന്ന് പറഞ്ഞ് ആരോപിച്ചത്, അശ്വികൾ എന്ന് പറഞ്ഞ് എതിർത്തത്. അപ്പോൾ ഇമാം അബു ഹനീഫ, മാലിക്, ഷാഫിഈ, അഹ്മദ് ഹംബൽ പോലുള്ള അയിമത്തുകളുടെ പാതയിലെല്ലാവരും അശ്ശരികൾ. നമ്മൾ ഈ പറഞ്ഞാക്കിയതൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോൾ തിരിയും. ആമുദി, ജുവൈനി, റാസി, ഗസാലി ഇവരൊക്കെ ഹശ്വികൾ എന്ന് പറഞ്ഞ മസലകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശോധിക്കാൻ നോക്കിയാൽ ഈ അയിമത്തുമാരുടെ, ഈ അയിമത്തുകളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം അഹ്ലുസുന്നയുടെ അഖീദയായിട്ട്. അപ്പോൾ ഹശ്വികൾ എന്ന് പറഞ്ഞ് അശ്ശരികൾ എതിർക്കുന്നത് സലഫികളെയാണ്, സലഫുകളെയാണ്, അയിമ്മത്തുകളെയാണ്. അതുകൊണ്ട് അശ്ശരികൾ സലഫുകളുടെ അഖീദയിലല്ല. അശ്ശരി സലഫുകളുടെ അഖീദയിലാണ് എന്ന് വാദിക്കുന്നവർ ഈ പറയപ്പെട്ട 5 അശ്ശരി ഇമാമുമാർ പറഞ്ഞ മസ്അലകൾ ആര് പറഞ്ഞതാണെന്ന് നോക്കട്ടെ, അവർക്ക് ബോധ്യപ്പെടും. അത് ഇമാം അബു ഹനീഫയുടെ അഖീദയാണ്, അത് ഇമാം മാലിക്കിന്റെ അഖീദയാണ്, അത് ഇമാം ഷാഫിയുടെ അഖീദയാണ്, ഇമാം അഹ്മദ് ഹംബലിന്റെ അഖീദയാണ്, ബുഖാരിയുടെ അഖീദയാണ്, മുസ്ലിമിന്റെ അഖീദയാണ്, ഇമാം ഔസായിയുടെ, ഇമാം സുഹരിയുടെ, സുഫ്യാൻ ഇബ്നു ഉയൈനയുടെ, സുഫ്യാൻ സൗരിയുടെ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന്റെ പോലുള്ള വലിയ വലിയ ഇമാമുമാരുടെ അഖീദയാണ് ആര് എതിർത്തത്? ഈ 5 അശ്ശരി ഇമാമുമാർ ഹശ്വികൾ എന്ന് പറഞ്ഞ് കളിയാക്കി. ഹശ്വികൾ എന്ന് പറഞ്ഞാൽ തരംതായ്ന്നവർ, മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ, വിവരമില്ലാത്തവർ എന്ന് പറഞ്ഞ് കളിയാക്കി എതിർത്തത്. ഈ അശ്ശരികൾ അഹ്ലുസുന്നയാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരിക്കലുമല്ല. അശ്ശരികൾ ബിദഈകളാണ്, ലാലുകളാണ്, വേസ്റ്റുകളുടെ കൊട്ട നിറച്ച ചണ്ടികളാണ് അശ്ശരികൾ. ഒരു തരത്തിലും അഹ്ലുസുന്നയായിട്ടോ ദീനുമായിട്ടോ അശ്ശരികൾക്ക് ബന്ധമില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ അത് തന്നെയാണ് സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി അല്ലാഹുവിന്റെ ദീൻ ശരിക്കും പഠിക്കാനും ഇങ്ങനെയുള്ള അശ്ശരികൾ പോലുള്ള കുഫറും വലാലാത്തും മാത്രം കൊണ്ടു നടക്കുന്ന ബിദഈ പ്രസ്ഥാനങ്ങളുടെ തനതായ നിറം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും നമുക്ക് ബോധ്യപ്പെടാനും അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.